Hi. Good afternoon, all. Good afternoon, ma'am. Good afternoon, ma'am. Okay. Good afternoon, ma'am. Strength കുറവാണല്ലോ ടീം. ഓക്കെ, വരുന്നുള്ളൂ അല്ലേ? ഫുഡൊക്കെ കഴിച്ച് പയ്യെ വരുന്നുള്ളൂ ഓരോരുത്തര്. ഓക്കെ, നിങ്ങൾക്ക് ഇപ്പൊ നിർമ്മല മിസ്സിന്റെ ക്ലാസ് ആരും ഫുൾ ടൈമില്? ഫസ്റ്റ് നിർമ്മല മിസ് ആയിരുന്നു. ഓക്കെ, നിർമ്മല മിസ്സിന് ലീവാണ്. സോ ഫസ്റ്റ് ക്ലാസ് ഞാൻ, ദെൻ സെക്കൻഡ് ക്ലാസ് അപ്പോൾ എന്റെ ക്ലാസ്സിന്റെ ഒരു ഹാഫ് അവർ കൂടി, അതായത് 1:30 to 3 മണി വരെ ഇരിക്കും നമുക്ക് ഈ ഒരു ക്ലാസ് കേട്ടോ. ഓക്കെ ഓക്കെ, അരമണിക്കൂർ കൂടുതൽ എടുക്കുന്നുള്ളൂ, ഒത്തിരി എടുത്ത് ബോറടിപ്പിക്കുന്നില്ല കേട്ടോ. കുഴപ്പമില്ലല്ലോ, ഒരു അരമണിക്കൂർ കൂടി എന്തെങ്കിലും ഒന്ന് സഹിച്ചിരുന്നുള്ളൂ, ബോറടിപ്പിക്കില്ല കേട്ടോ. അരമണിക്കൂർ കൂടി കണ്ടിന്യൂ ചെയ്യുന്നുള്ളൂ. ഓക്കെ, ദെൻ അപ്പോ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാലോ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നോക്കിയത് മാനേജീരിയൽ കൺസിഡറേഷൻസ് വരെയാണ്. കുറച്ച് പോയിന്റ്സ് പറഞ്ഞായിരുന്നു അല്ലേ? അതുവരെയാണോ? ഓർമ്മയുണ്ടോ? ഓക്കെ, അപ്പൊ നമുക്ക് ജസ്റ്റ് ആ പോയിന്റ്സ് ഒന്നും കൂടി പറയാം, നമുക്ക് നെക്സ്റ്റ് പോവാം കേട്ടോ. മാനേജീരിയൽ കൺസിഡറേഷനിൽ നമ്മൾ പറയുന്നത് എന്തൊക്കെയായിരുന്നു? പബ്ലിക് റിലേഷൻ, വാം, റെസ്പെക്ട്, മിനിമം വെയിറ്റിംഗ്, ക്ലീൻനെസ്, ഗുഡ് ആംബിയൻസ്, സ്റ്റാൻഡിംഗ്, പേഷ്യന്റ് ഹിയറിംഗ്, വെന്റിലേഷൻ, വാട്ടർ സപ്ലൈ ആൻഡ് OPD ടൈമിംഗ്സ്. കുറച്ച് നമ്മള് പോയിന്റ്സ് ആണ് പറഞ്ഞിരുന്നത്. ഓക്കെ, ഇന്ന് നമ്മൾ നെക്സ്റ്റ് പോകുന്നത് ഒരു OPD പ്രോസസ്സിന്റെ ഒരു ഫ്ലോ ചാർട്ട് ആണ്. കഴിഞ്ഞതിൽ നമ്മൾ ഒരു ഫ്ലോ ചാർട്ട് പഠിച്ചില്ലേ? പഠിച്ചോ? ഓർമ്മയുണ്ടോ ഫ്ലോ ചാർട്ട്? ഫസ്റ്റ് നമ്മൾ നോക്കിയ ഫ്ലോ ചാർട്ട് ഓർമ്മയുണ്ടോ? നമ്മൾ ഇവിടെ വെച്ച് തന്നെ പഠിച്ചു പോയതാണ്. നോക്കാം. എൻക്വയറിയിൽ വന്നു, രജിസ്ട്രേഷൻ എടുത്തു, വെയിറ്റിംഗ് ഹാളിൽ ഇരുന്നു, കൺസൾട്ടേഷൻ റൂമിൽ പോയി, ഇൻവെസ്റ്റിഗേഷൻസ്, അതുപോലെ ഫാർമസിയിൽ പോയി മെഡിസിൻ വാങ്ങിച്ചു, എക്സിറ്റ് ചെയ്തു. അതുപോലെ തന്നെയാണ് OPDയിലെ പ്രോസസ്സുകളും കാര്യങ്ങളും ഒരു ഫ്ലോ ചാർട്ട് പറഞ്ഞിട്ടുള്ളത്. സെയിം നമ്മൾ പറഞ്ഞതൊക്കെ തന്നെയാണ്, കുറച്ച് മാറ്റങ്ങൾ മാത്രം ഇതിൽ വരുന്നുള്ളൂ കേട്ടോ. നോക്കാം. ഫസ്റ്റ് വൺ, അറൈവിംഗ് അറ്റ് OPDയിലേക്ക് നമ്മൾ എന്ത് ചെയ്തു? അറൈവ് ചെയ്തു. ദെൻ റിസപ്ഷൻ, നമ്മൾ അവിടെ നിന്നും റിസപ്ഷനിലേക്ക് പോയി. ദെൻ രജിസ്ട്രേഷൻ, റിസപ്ഷനിൽ നിന്നും രജിസ്ട്രേഷൻസ് എടുത്തു. ഇഷ്യൂ ഓഫ് ടോക്കൺ നമ്പർ എടുത്തു. ദെൻ വെയിറ്റിംഗ് റൂം, വെയിറ്റ് ചെയ്തിരുന്നു. ശേഷം കൺസൾട്ടേഷൻ വിത്ത് ഡോക്ടറുമായിട്ട് നമ്മൾ കൺസൾട്ടേഷൻ റൂമിലേക്ക് ചെന്നു. ദെൻ ഇവിടെ ഒരു ആകെമാനം കിട്ടുന്നുണ്ട്. ഇൻവെസ്റ്റിഗേഷൻ മീൻസ് അന്വേഷണങ്ങളൊക്കെ ചെയ്തു, ഡോക്ടർ പരിശോധനയും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തു, ഇൻവെസ്റ്റിഗേഷൻസ്. ദെൻ റെഫറൽ സ്പെഷ്യൽ, റെഫർ ചെയ്തു എങ്ങോട്ട്? ഇഷ്യൂൻസ് ഓഫ്, ഡോക്ടറെ കണ്ടു, ഡോക്ടർ എന്ത് ചെയ്തു? മെഡിക്കൽ ഷീറ്റ് പ്രിസ്ക്രിപ്ഷൻ കൊടുത്തു. ദെൻ അവിടുന്ന് നമ്മൾ റെഫറൽ സ്പെഷ്യലിലേക്ക് പോയി, ഫാർമസിയിലേക്ക് മെഡിസിൻ വാങ്ങിക്കാൻ പോവുകയാണ്.
അറൈവിംഗ് അറ്റ് ഫാർമസിയിലേക്ക് പോയി. അവിടെയും ചിലപ്പോ എന്താണ് ഒരു ടോക്കൺ നമ്പർ കിട്ടി. ഇപ്പൊ ഫാർമസിയിലൊക്കെ ടോക്കൺ നമ്പർ തരുന്നുണ്ട് അല്ലെ? മിക്ക ഹോസ്പിറ്റലുകളിലും എനിക്ക് തോന്നുന്നു ഫാർമസിയിൽ ടോക്കൺ നമ്പറുകൾ തരുന്നുണ്ട്. ഇതുപോലെ തന്നെ ടോക്കൺ നമ്പർ ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട് ഇല്ലേ? നിങ്ങൾ പോയപ്പോൾ ശ്രദ്ധിച്ചിട്ടില്ലേ? മെഡിസിൻ വാങ്ങിക്കുന്നോടത്തേ നമ്മൾ ഫാർമസി പോകുമ്പോൾ ടോക്കൺ നമ്പർ തരാറില്ലേ? എന്നിട്ട് ഡിസ്പ്ലേ ടോക്കൺ നമ്പറിൽ ഡിസ്പ്ലേ ചെയ്യും. ആ നമ്പർ അനുസരിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? മെഡിസിൻ വാങ്ങിക്കുന്നത്. സോ നമ്മൾ അറൈവിംഗ് ഫാർമസിയിലേക്ക് പോയി. അവിടെയും ടോക്കൺ നമ്പർ നമുക്ക് തന്നു. വെയിറ്റ് ചെയ്തിരുന്നു. പിന്നെ എന്ത് ചെയ്തു? നമ്മുടെ നമ്പർ വിളിച്ചപ്പോൾ നമ്മള് മെഡിസിൻസ് കളക്ട് ചെയ്തു, ഡിപ്പാച്ചർ ചെയ്തു. ഓക്കെ, ഒന്നുകൂടി നോക്കാം. OPD ഫസ്റ്റ് ചെന്നു. അറൈവിംഗ് അറ്റ് OPD. ദെൻ നമ്മൾ എന്ത് ചെയ്തു? റിസപ്ഷനിലേക്ക് പോയി, രജിസ്ട്രേഷൻ എടുത്തു, ടോക്കൺ നമ്പർ എടുത്തു, വെയിറ്റ് ചെയ്തു, ഡോക്ടറെ കൺസൾട്ടേഷൻ റൂമിലേക്ക് പോയി. ഇൻവെസ്റ്റിഗേഷന് വേണ്ടി ഡോക്ടറിന്റെ കൺസൾട്ടേഷൻ റൂമിൽ പോയി. അവിടെ നിന്ന് നമ്മൾക്ക് റെഫറലിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഡോക്ടർ മെഡിക്കൽ ചീട്ട് തന്നു. ദെൻ ഫാർമസിയിലേക്ക് പോയി. ഫാർമസി പോയപ്പോ അവിടെ ടോക്കൺ നമ്പർ എടുക്കുന്നതായിട്ട് വന്നു. ടോക്കൺ നമ്പർ എടുത്തു, വെയിറ്റ് ചെയ്തു, നമ്മൾ ടോക്കൺ നമ്പർ വിളിച്ചു, മെഡിസിൻ വാങ്ങിച്ചു. ദെൻ നമ്മൾ എന്ത് ചെയ്തു? ഡിപ്പാർച്ചർ ചെയ്തു, എക്സിറ്റ് ചെയ്തു. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു ഫ്ലോ ചാർട്ടൊക്കെ തന്നെയാണ്. ഇവിടെ കുറച്ച് വ്യത്യാസം എന്ന് പറഞ്ഞാല് ഫാർമസി പോയിട്ട് അവിടെയും ഇഷ്യൂറൻസ് ഓഫ് മെഡിക്കൽ ചീട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെഡിക്കൽ ചീട്ട് ഇഷ്യൂറൻസ് ചെയ്തു. മീൻസ് എന്താണ്? മെഡിക്കൽ ചീട്ടിന്റെ കാര്യങ്ങൾ കൊടുത്തു എന്ന് പറയില്ലേ? പ്രിസ്ക്രിപ്ഷൻസ് കാര്യങ്ങൾ ഡോക്ടർ എഴുതില്ലേ? അത് ഇഷ്യൂറൻസ് ചെയ്തു കേട്ടോ. ഓക്കെ, ക്ലിയർ ആയോ ഫ്ലോ ചാർട്ട്? വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല, എളുപ്പമാണ്. ഇതിൽ നിന്ന് അങ്ങനെ ക്വസ്റ്റ്യൻസ് ഒന്നും വലിയ കാര്യമായിട്ട് ചോദിക്കില്ല. നിങ്ങളൊന്ന് മനസ്സിലാക്കി ആ ഒരു പ്രോസസ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഓക്കെ, ക്ലിയർ ആയോ? എക്സ്ട്രാ ഒരു ഇൻവെസ്റ്റിഗേഷനും റെഫറൽ സ്പെഷ്യലും മാത്രം ചേർത്തിട്ടുള്ളൂ. ബാക്കി നമ്മള് കഴിഞ്ഞ ഒരു ഫ്ലോ ചാർട്ടിൽ പഠിച്ച സെയിം തന്നെ സംഭവമാണ്. പിന്നെ ഫാർമസി പോയിട്ട് അവിടെയും ഒരു ടോക്കൺ നമ്പർ കിട്ടി എന്നൊരു കാര്യമാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, പെട്ടെന്ന് ഒന്ന് വായിച്ചു നോക്കണേ. ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. ആ ഒരു ഫ്ലോ ചാർട്ട് എല്ലാവരും വായിക്കാം. വായിക്കുന്നതിന്റെ ഒപ്പം തന്നെ നിങ്ങൾ പഠിച്ചു പോകാൻ ശ്രമിക്കുക കേട്ടോ. പറ്റുന്ന കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം? അപ്പൊ ഒന്ന് പഠിച്ചു പോകാൻ ശ്രമിക്കണേ. വായിച്ചു നോക്കിക്കോളൂ കേട്ടോ. തന്നെ എന്നിട്ട് ടെക്സ്റ്റിലേക്ക് പോകാം. നന്നായിട്ട് വായിച്ചോട്ടോ. വായിച്ചതിന്റെ ഒപ്പം തന്നെ പഠിക്കാൻ പറ്റുന്നവരാണെങ്കിൽ ഒന്ന് പഠിച്ചു പോയിക്കോളൂ. സ്ക്രീൻ കാണുന്നില്ല എല്ലാവരും? സ്ക്രീൻ ക്ലിയർ ആണോ? ക്ലിയർ ആണോ എല്ലാവർക്കും? ഓക്കെ, ഓക്കെ, കംപ്ലീറ്റ് ആയോ? വായിച്ചോ? ഫ്ലോ ചാർട്ട് മനസ്സിലായോ? ഓക്കെ, അപ്പോ ഫസ്റ്റ് വൺ നമ്മള് OPD അറൈവ് ചെയ്തു. ദെൻ റിസപ്ഷനിലേക്ക് പോയി, രജിസ്ട്രേഷൻ എടുത്തു. രജിസ്ട്രേഷനിൽ നമുക്ക് ടോക്കൺ നമ്പർ തന്നു. ടോക്കൺ നമ്പർ ആയിട്ട് നമ്മൾ എന്ത് ചെയ്തു? വെയിറ്റ് ചെയ്തു, വെയിറ്റിംഗ് റൂമിൽ ഇരുന്നു. ദെൻ നമ്മൾ ഡോക്ടറെ കൺസൾട്ടേഷന് വേണ്ടി പോയി, ഡോക്ടറിന്റെ റൂമിൽ ചെന്നു, ഇൻവെസ്റ്റിഗേഷന് വേണ്ടി. ദെൻ നമ്മൾക്ക് മെഡിക്കൽ ചിറ്റ് തന്നു ഡോക്ടർ. ദെൻ റെഫറലിന് വേണ്ടി നമ്മൾ എവിടെ പോയി? ഫാർമസിയിലേക്ക് പോയി. ഫാർമസിയിൽ ചെന്നപ്പോൾ അവിടെയും ഒരു ടോക്കൺ നമ്പർ തന്നു. ദെൻ വെയിറ്റ് ചെയ്തിരുന്നു, മെഡിസിൻ വാങ്ങിച്ചു, ഡിപ്പാർച്ചർ ചെയ്തു. മീൻസ് തിരിച്ചു പോയി. ഓക്കെ, ഡൗട്ട്സ് ഒന്നും ഇല്ലല്ലോ? ദെൻ നെക്സ്റ്റ് നോക്കാം, മാനേജ്മെന്റ് സ്ട്രക്ചർ. എങ്ങനെയൊക്കെയാണ് മാനേജ്മെന്റ് സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത് നോക്കാം. ഓക്കെ, 3 പോയിന്റ് ആണ്. ഇതൊക്കെ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയാൽ മതി. നോക്കാം. ഫ്ലോ ഓഫ് പേഷ്യന്റ് ഷുഡ് ബി സ്മൂത്ത്, ഈസി ആൻഡ് ക്വിക്ക്. ഫ്ലോ ഓഫ് പേഷ്യന്റ് ഇല്ലേ? പേഷ്യൻസിന്റെ ഒഴുക്ക്, അതായത് പേഷ്യൻസ് കൂടുതൽ വരുന്നത്, അതിന് നമുക്ക് സ്മൂത്ത് ആയിട്ടും ഈസി ആയിട്ടും ക്വിക്ക്ലി പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യണം? ആ ഒഴുക്കിനെ നമ്മൾ
മീൻസ് ഭയങ്കര തിക്കും തിരക്കൊന്നും വരാതെ നല്ല രീതിയിൽ പേഷ്യൻസിനെ കൊണ്ടുവരണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. ആ ഒരു പോയിന്റിൽ സ്മൂത്ത് ആയിട്ടും ഈസി ആയിട്ടും വേഗത്തിൽ തന്നെ പേഷ്യൻസിനെ ഒ പിയിലേക്ക് സ്വീകരിക്കണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഫ്ലോ ഓഫ് പേഷ്യന്റ് കേട്ടോ. ഇനി രണ്ടാമത്തെ പോയിന്റ് നോക്കാം. പ്രൊവിഷൻ ഓഫ് സഫീഷ്യന്റ് നമ്പർ ഓഫ് സ്റ്റാഫ് അല്ലെ. എല്ലാ ഏരിയകളിലും അത്യാവശ്യം സഫീഷ്യന്റ് ആവശ്യമായിട്ടുള്ള സ്റ്റാഫുകളുടെ എണ്ണം നമുക്കറിയാം. നമ്മൾ പലപ്പോഴും ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ഒരു റിസപ്ഷനിലേക്ക് ചെല്ലുമ്പോഴൊക്കെ നമ്മള് ചിലപ്പോ ആ റിസപ്ഷനിലെ ഒരു സ്റ്റാഫും ഒരു സിസ്റ്ററും ഉണ്ടാവും ഇല്ലേ. അപ്പൊ ഒത്തിരി പേര് നമ്മൾ കുറെ നേരം ക്യൂ നിൽക്കുന്നതായിട്ട് വരുമ്പോ ഇല്ലേ, അങ്ങനെ വന്നിട്ടുണ്ടോ? അങ്ങനെ എപ്പോഴെങ്കിലും സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടാവും. സ്റ്റാഫുകളുടെ അഭാവം മൂലം നമ്മൾ കുറെ നേരം വെയിറ്റിംഗ് ചെയ്യുന്നതായിട്ട് വരും ഇല്ലേ. ഒരാൾക്കെങ്കിലും വന്നിട്ടുണ്ട് കേട്ടോ. ഓക്കെ അല്ലെ. അപ്പോ കറക്റ്റ് നമ്പർ അനുസരിച്ചിട്ടുള്ള സ്റ്റാഫുകളെ, ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള സ്റ്റാഫുകളെ എന്ത് ചെയ്യണം, നിയോഗിച്ചിട്ട് കൊടുക്കുക. ഇനി അതുപോലെ പാർക്കിംഗ് സൗകര്യങ്ങളും ഏർപ്പാടാക്കി കൊടുക്കണം. ജസ്റ്റ് 3 പോയിന്റ് പറയുന്നതുള്ളൂ, കുഴപ്പമില്ല. അതൊന്നും വായിച്ചൊന്ന് മനസ്സിലാക്കിയാൽ മതി, വലിയ ഇമ്പോർട്ടൻസ് ഇല്ല. അപ്പോ ഫ്ലോ ഓഫ് പേഷ്യന്റ് ഷുഡ് ബി സ്മൂത്ത്, ഈസി ആൻഡ് ക്വിക്ക്. പ്രൊവിഷൻ സഫീഷ്യന്റ് നമ്പർ ഓഫ് സ്റ്റാഫ്, ദെൻ പാർക്കിംഗ്. ഓക്കെ. ദെൻ നെക്സ്റ്റ് നോക്കാം. ഓർഗനൈസേഷണൽ കോമ്പോണൻസ് ഓഫ് OPD. OPD-യിലെ ഓർഗനൈസേഷണൽ കോമ്പോണൻസ് എന്തൊക്കെയാണ്, അതായത് സംഘടന ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കുന്നത്. 4 ഘടകങ്ങളാണ് മെയിൻ ആയിട്ട് പറയുന്നത്. ഇമ്പോർട്ടന്റ് ആണ്, ആ ഘടകങ്ങൾ ഇമ്പോർട്ടന്റ് ആണ്, അവരുടെ പേരുകൾ പ്രത്യേകം പഠിക്കണം. ഓക്കെ. അപ്പോ ഓർഗനൈസേഷണൽ കോമ്പോണൻസ് ഓഫ് OPD, OPD-യിലെ സംഘടനാ ഘടകങ്ങൾ ഏതൊക്കെയാണെന്നാണ് നമ്മളത് നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് വൺ മെഡിക്കൽ സ്റ്റാഫ്, സെക്കൻഡ് വൺ നഴ്സിംഗ് സ്റ്റാഫ്, ദെൻ സബ്സർവിംഗ് സ്റ്റാഫ്, ദെൻ ക്ലറിക്കൽ സ്റ്റാഫ്. ആരൊക്കെയാണ്? മെഡിക്കൽ സ്റ്റാഫ്, നഴ്സിംഗ് സ്റ്റാഫ്, സബ്സർവിംഗ് സ്റ്റാഫ്, ദെൻ ക്ലറിക്കൽ സ്റ്റാഫ്. പിന്നെ പറയുന്നത് അവ ഓരോന്നും എന്താണെന്നാണ് വിശദീകരിക്കുന്നത്. ഇനി നിങ്ങൾക്ക് അത് പഠിക്കാൻ പറ്റിയില്ലെങ്കിലും ഈ 4 പേരുകൾ എന്തായാലും പഠിച്ചിരിക്കുക. അത് കുഴപ്പമില്ലല്ലോ പഠിക്കാനായിട്ട്. കുഴപ്പമുണ്ടോ? 4 സ്റ്റാഫുകളെ ആരൊക്കെയാണെന്ന് ഫാക്ടേഴ്സ് പ്രശ്നമില്ലല്ലോ. ഓക്കെ. എളുപ്പം പഠിക്കാൻ വേണ്ടി നിങ്ങൾ സൈഡിലൊന്ന് എഴുതിയിട്ടുള്ളൂ. മെഡിക്കൽ സ്റ്റാഫ് MD നോട്ട് ചെയ്യാം, M. നഴ്സിംഗ് സ്റ്റാഫ് N അല്ലെ. സബ്സർവിയന്റ് S, then clerical C, MNSC. ഒന്ന് സൈഡിലൊന്ന് എഴുതിയിട്ടുള്ളൂ. പെട്ടെന്ന് എളുപ്പം ബൈഹാർട്ട് ചെയ്ത് പഠിക്കുമ്പോ ഒരു പോയിന്റ് വിട്ടുപോകും അല്ലെ. അങ്ങനെ വിട്ടു പോകാതിരിക്കാൻ വേണ്ടി MNSC എന്നൊന്ന് എഴുതിയുടെ സൈഡില് എഴുതിയോ? ഫസ്റ്റ് ലെറ്ററിലൊന്ന് എഴുതിയിട്ടേക്കാൻ സൈഡില്. ഓക്കെ. അപ്പോ നമ്മൾ വിട്ടുപോകില്ല. ബൈഹാർട്ട് പഠിക്കുമ്പോൾ ചിലപ്പോൾ മറന്നു പോകുമല്ലോ. അപ്പൊ മറന്നു പോകാതിരിക്കാൻ വേണ്ടി MNSC എന്ന് എഴുതിയെടുത്തോളൂ. അപ്പോ M എന്ന് പറഞ്ഞാൽ എന്താണ്? മെഡിക്കൽ സ്റ്റാഫ്, N നഴ്സിംഗ്, S സബ്സർവിയന്റ്, then C ക്ലറിക്കൽ സ്റ്റാഫ്, MNSC. ഇപ്പൊ തന്നെ പെട്ടെന്ന് 4 പെട്ടെന്ന് പഠിച്ചു പോയി. നിങ്ങൾ പെട്ടെന്ന് പഠിച്ചോളൂ. MNSC മെഡിക്കൽ സ്റ്റാഫ്, നഴ്സിംഗ്, സബ്സർവിയന്റ്, then ക്ലറിക്കൽ. ഒരു 3 പ്രാവശ്യം വായിച്ചു നോക്കിയേ, പെട്ടെന്ന് വായിച്ചു നോക്കി, ഇപ്പൊ തന്നെ പഠിച്ചു പോകാം. MNSC. ഓക്കെ. പഠിച്ചോ എല്ലാവരും? പഠിച്ചോ? MNSC ഏതൊക്കെ ചോദിച്ചാലും പറയാൻ സാധിക്കണം. ക്ലാസ് കഴിഞ്ഞ് ഞാൻ ചോദിക്കട്ടോ. ഓക്കെ. MNSC. ഇനി നോക്കാട്ടോ. അപ്പൊ മെഡിക്കൽ സ്റ്റാഫ് M എന്ന് പറയുന്നത് മെഡിക്കൽ സ്റ്റാഫ്. സെൻട്രൽ ടു ഓർഗനൈസേഷൻ എന്താ പറയുന്നത്? മെഡിക്കൽ സ്റ്റാഫ് ആണ് അവിടുത്തെ കേന്ദ്രം. സെൻട്രൽ എന്ന് പറയുന്നത് അല്ലെ. സെൻട്രൽ ടു ഓർഗനൈസേഷൻ, ഒരു കേന്ദ്രത്തിൽ നിന്ന് മറ്റെല്ലാ സംഘടനകളും കൊണ്ടുവരുന്നത് ആരാണ്? മെഡിക്കൽ സ്റ്റാഫ്. ഓക്കെ. എന്താണ് ജസ്റ്റ് നോട്ട് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഇനി പറയുന്നത് നഴ്സിംഗ് സ്റ്റാഫ്. നഴ്സിംഗ് സ്റ്റാഫിൽ പറയുന്നത് നേഴ്സ് ആൻഡ് ANM. എന്താണ് ANM? കേട്ടിട്ടുണ്ടോ? എന്താ ANM-ന്റെ ഫുൾ ഫോം അറിയാമോ? എഴുതിയെടുത്തോളൂ. ANM ഓക്സിലറി നേഴ്സ് ആൻഡ് മിഡ്വൈഫ്.
ഓക്സിലറി സ്പെല്ലിംഗ് വേണോ നിങ്ങൾക്ക്? സ്പെല്ലിംഗ് കമന്റ് ചെയ്യണോ? ഓക്കെ. ഓക്കെ, ഇത് കമന്റ് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഓക്സിലറി നേഴ്സ് ആൻഡ് മിഡ് വൈഫ്. നിങ്ങളുടെ ഫ്രണ്ട്സ് കമന്റിൽ ഇട്ടിട്ടുണ്ട്. അതനുസരിച്ചിട്ടുള്ള സ്പെല്ലിംഗ് ഒന്ന് എഴുതിയെടുക്കാം. ഓക്സിലറി നേഴ്സ് ആൻഡ് മിഡ് വൈഫ്. ഓക്സിലറി നേഴ്സ് ആൻഡ് മിഡ് വൈഫ്. ANM എന്ന് പറഞ്ഞാൽ ഒരു മെഡിക്കൽ മേഖലയിലെ ഒരു ബിരുദമാണ് അല്ലെ. അവിടെ നമുക്ക് ബേസിക് ചികിത്സയും ട്രീറ്റ്മെന്റ്സിനെ കുറിച്ചൊക്കെയാണ് നമ്മൾ ANM പഠിക്കുന്നത്. ഓക്കെ, എക്സാമിന് ചോദിക്കാറുണ്ട് കേട്ടോ. ANM പൂർണ്ണ ഫുൾ ഫോം ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പൊ ANM പഠിച്ചല്ലോ. നെക്സ്റ്റ് വൺ സബ്സർവിയന്റ് സ്റ്റാഫ്. എന്താണ് സബ്സർവിയന്റ് എന്ന് വെച്ചാല്? മലയാളത്തിൽ എന്താ പറയാ സബ്സർവിയന്റ്? കേട്ടിട്ടുണ്ടോ എവിടെയെങ്കിലും? സബ്സർവിയന്റ് അധീനമായ. അധീനമായ മലയാളത്തിൽ അതിന് അധീനമായ എന്നാ പറയുന്നത്. അതായത് ഇപ്പോ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിൽ നിൽക്കുന്നത് റേഡിയോളജി പഠിച്ച വ്യക്തിയായിരിക്കും അല്ലെ. റേഡിയോളജി പഠിച്ച് അതിൽ കൂടുതൽ എക്സ്പോർട്ടഡ് ആയിട്ടുള്ള പേഴ്സൺ ആയിരിക്കും ആ ഒരു വിഭാഗത്തിൽ നിൽക്കുന്നത്. ഈ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിൽ നിൽക്കുന്ന ഒരാൾക്ക് പോയിട്ട് ഫാർമസിയിൽ പോയിട്ട് നിൽക്കാൻ പറ്റുമോ? അതിനുള്ള ഒരു എക്സ്പീരിയൻസോ കഴിവോ മെഡിസിനെ കുറിച്ച് വല്ല അറിവോ അവർക്ക് ഉണ്ടാവോ? അങ്ങനെ നിൽക്കാറുണ്ടോ? റേഡിയോളജിയിലെ ആള് പോയിട്ട് ഫാർമസിയിലെ ആൾക്ക് പോയിട്ട് ഒരു ECGയുടെ ആളെ പോയി നിൽക്കാൻ പറ്റില്ല. അപ്പൊ ഓരോ ഇതും അവര് അതിൽ എക്സ്പേർട്ടഡ് ആണ്, അതിൽ അധീനരായിരിക്കുന്നവരാണ് അല്ലെ. ഓരോ ഡിപ്പാർട്ട്മെന്റും അവര് എന്താണോ പഠിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ അവർ എന്തിലാണോ എക്സ്പീരിയൻസ്ഡ് ആയിരിക്കുന്നത് അതിലായിരിക്കും അവര് പ്രാവീണ്യം കാണിക്കുന്നത് അല്ലെ. അതിനാണ് സബ്സർവിയന്റ് സ്റ്റാഫ്, അധീനമായിരിക്കുന്ന സ്റ്റാഫ്. റേഡിയോളജി, ലബോറട്ടറി, ECG ഇവിടെ നിൽക്കുന്നവര് അതില് മാത്രമായിരിക്കും അവർ അധീനമായിരിക്കുന്നത് അല്ലെ. അതിനെ മാത്രമാണ് അവർ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. അവർക്ക് പോയി ഫാർമസിക്ക് പോയി നിന്ന് മെഡിസിൻ എടുത്തു കൊടുക്കാൻ സാധിക്കില്ല. അവർക്ക് ചിലപ്പോൾ ഒന്നും അറിയാൻ പറ്റില്ല മെഡിസിനെ പറ്റി. അവര് കാരണം നിൽക്കുന്നത് അവര് റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിലാണ്. അപ്പൊ അങ്ങനെ ഓരോ പ്രത്യേകമായിട്ട് നിൽക്കുന്ന ഓരോ സ്റ്റാഫുകൾ, അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? സബ്സർവിയന്റ് സ്റ്റാഫ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആയോ? സബ്സർവിയന്റ് സ്റ്റാഫ് ക്ലിയർ ആയോ? എല്ലാവർക്കും മനസ്സിലായോ? ഓക്കെ, അതായത് ഓരോ സെക്ഷനിൽ നിൽക്കുന്ന സ്റ്റാഫ് അവർക്ക് അവിടെ മാത്രം നിൽക്കാൻ പറ്റുള്ളൂ. അവർക്ക് പോയി ഫാർമസിയിൽ പോയി മരുന്ന് കൊടുക്കാനോ അങ്ങനെയൊന്നും പറ്റില്ല അല്ലെ. നമുക്ക് അറിയാവുന്ന കാര്യങ്ങളിൽ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോ സബ്സർവിയന്റ് സ്റ്റാഫ്. നെക്സ്റ്റ് വൺ ക്ലറിക്കൽ സ്റ്റാഫ്. എന്താ ക്ലറിക്കൽ സ്റ്റാഫ് എന്ന് പറയുമ്പോൾ? ക്ലറിക്കൽ ഡ്യൂട്ടീസും മറ്റും ചെയ്യുന്ന സ്റ്റാഫുകൾ. അതായത് ഈ പറഞ്ഞ പോലെ എന്താ നമ്മള് അറ്റൻഡർ പൂർണ്ണമായിട്ട് പറയാൻ പറ്റില്ല. അതായത് ഇപ്പൊ റെക്കോർഡുകളൊക്കെ അപ്ഡേറ്റ് ചെയ്തതും നമ്മളുടെ ചീട്ടുകളും ഫയലുകളൊക്കെ മാനേജ് ചെയ്തതും മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഷെഡ്യൂളൊക്കെ ചെയ്യുന്നതൊക്കെ ക്ലറിക്കൽ സ്റ്റാഫിന്റെ ഡ്യൂട്ടിയാണ്. ഓക്കെ, നിങ്ങൾ മെയിൻ ആയിട്ട് ആ 4 പോയിന്റ്സ് പഠിച്ചാൽ മാത്രം മതി. MNSC കേട്ടോ. മെഡിക്കൽ സ്റ്റാഫ്, നഴ്സിംഗ് സ്റ്റാഫ്, സബ്സർവിയന്റ് സ്റ്റാഫ്, ക്ലറിക്കൽ സ്റ്റാഫ്. ക്ലിയർ ആയോ? സബ്സർവിയന്റ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒന്നില് അധീനമായിട്ട് നിൽക്കുന്നത്. ANM ഓർമ്മയുണ്ടല്ലോ. ഓക്സിലറി നേഴ്സ് ആൻഡ് മിഡ് വൈഫ് ചോദിക്കാറുണ്ട്. ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ ANM. നെക്സ്റ്റ് പോകാം, കണ്ടിന്യൂ ചെയ്യാം. പ്രോബ്ലംസ് അറ്റ് OPD. OPDയിലെ പ്രോബ്ലംസ് ആണ് നമ്മൾ ഇത് നോക്കുന്നത്. 2 തരത്തിൽ പറയുന്നുണ്ട്. ജനറൽ പ്രോബ്ലംസും സ്പെസിഫിക് പ്രോബ്ലംസും. ഓക്കെ, ജനറൽ പ്രോബ്ലംസും ഉണ്ട്, അതുപോലെ തന്നെ സ്പെസിഫിക് പ്രോബ്ലംസും പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് ആദ്യം ജനറൽ പ്രോബ്ലംസ് ഒക്കെ നോക്കാം കേട്ടോ. ജനറൽ പ്രോബ്ലംസ് എന്ന് പറയുമ്പോൾ കോമൺ ആയിട്ട് വരുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഈ പ്രശ്നങ്ങളെല്ലാം തന്നെ നമ്മൾ ഒരുപക്ഷെ നേരിട്ടിട്ടുള്ള പ്രശ്നങ്ങളായിരിക്കാം കേട്ടോ. നമുക്ക് ഡിസ്കസ് ചെയ്യാം കേട്ടോ. ഓരോ പ്രോബ്ലംസ് എടുത്തിട്ടേ നമ്മൾ അങ്ങനെ പ്രശ്നം അഭിമുഖീകരിച്ചിട്ടുണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഓക്കെ,
ഫസ്റ്റ് വൺ, insufficient number of doctors. Insufficient number of doctors. നോക്കാം. ഇൻസഫിഷ്യന്റ് നമ്പർ ഓഫ് ഡോക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡോക്ടേഴ്സിന്റെ എണ്ണത്തിലുള്ള കുറവ് അല്ലെ. നമുക്കറിയാം ഒരു ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ ചിലപ്പോൾ ഡോക്ടേഴ്സിന്റെ എണ്ണക്കുറവ് ഉണ്ടാകും അല്ലെ. അതിന് കൂടുതൽ ഒത്തിരി പേഷ്യൻസ് ഉണ്ടാവും. എനിക്ക് തോന്നുന്നത് കൂടുതലായിട്ടും ഈ ജനറൽ ഹോസ്പിറ്റലിലൊക്കെ ചിലപ്പോൾ ഒരു ഡോക്ടർക്ക് ഉണ്ടാവുള്ളൂ. പക്ഷെ ഇപ്പോ ഓരോ മീൻസ് ഒത്തിരി പേഷ്യൻസ് ഒരാളെ തന്നെ കാണാൻ വേണ്ടി എത്ര നേരത്തോളം വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ട ഒരു അവസ്ഥ വരും അല്ലെ. ചിലപ്പോൾ നമുക്ക് അങ്ങനെ വെയിറ്റ് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലായിരിക്കും നമ്മൾ വന്നിരിക്കുന്നത് ഹോസ്പിറ്റലിലേക്ക് അല്ലെ. നമ്മൾ വളരെ ടയേർഡ് ആയിട്ടുള്ള ഒരു അവസ്ഥയിലാണ് ശ്രദ്ധിക്കുന്നത്. അതിന്റെ ഇടയിൽ ഒരു ഡോക്ടർ ഉള്ളൂ. ഇപ്പൊ നമുക്ക് ചിലപ്പോൾ ഡോക്ടർ നമ്പർ കിട്ടിയിരിക്കുന്നത് അല്ലെ ഗവൺമെന്റ് ഹോസ്പിറ്റലിലാണെന്ന് തോന്നുന്നു. കുറച്ചും കൂടി അങ്ങനെ നമ്മൾ നിൽക്കേണ്ട ഒരു അവസ്ഥ വരുന്നത് അല്ലെ എനിക്ക് തോന്നുന്നു. ബാക്കി നോർമൽ പ്രൈവറ്റിലൊക്കെ അത്യാവശ്യം ഡോക്ടേഴ്സ് ഉണ്ടാവുമല്ലോ, സ്പെഷ്യൽ ഡോക്ടേഴ്സുകളും മറ്റും അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ. ഓക്കെ, അപ്പോ എന്താണ് കുറെ ഒത്തിരി പേഷ്യൻസുകളും കാര്യങ്ങളും ഉണ്ടാവും. പക്ഷെ ഈ പറഞ്ഞ പോലെ അതിനാവശ്യമായിട്ടുള്ള ഡോക്ടേഴ്സിന്റെ എണ്ണത്തിൽ കുറവുണ്ടാവും അല്ലെ. അവിടെ പേഷ്യൻസും കൂടുതലുണ്ടാവും, ശരിയാണ്. ഗവൺമെന്റ് ഹോസ്പിറ്റലിലെ പേഷ്യൻസും കൂടുതലുണ്ടാവും. പക്ഷെ ആ കൂടുതൽ വരുന്ന പേഷ്യൻസിനെ സംബന്ധിച്ചിട്ടുള്ള ഡോക്ടേഴ്സ് അവിടെ ഉണ്ടാവില്ല അല്ലെ. അപ്പോ അത് ജനറൽ ആയിട്ടുള്ള ഒരു പ്രശ്നം തന്നെയാണ്. നമുക്ക് നോക്കാം. ഇൻസഫിഷ്യന്റ് നമ്പർ ഓഫ് ഡോക്ടേഴ്സ്. It is found that there are large number of patients waiting in front of doctor's room. This is mainly due to insufficient number of doctors to serve as they compared to the number of patients who arrive at the clinic. നമ്മൾ പറഞ്ഞു പേഷ്യൻസ് ഒത്തിരി പേഷ്യൻസ് വരും. പക്ഷെ ആ പേഷ്യൻസ് വരുന്നതിന്റെ എണ്ണത്തിനനുസരിച്ചിട്ടുള്ള ഡോക്ടേഴ്സ് ഉണ്ടാവില്ല. അതാണ് ആ ഒരു പോയിന്റിൽ പറയുന്നത്. ക്ലിയർ ആയില്ലേ? നമ്മൾ അനുഭവിച്ചിട്ടില്ലേ കുറെ പേർക്ക് അങ്ങനെ മീൻസ് ആ ഒരു സിറ്റുവേഷൻസ് നമുക്ക് വന്നിട്ടുണ്ടോ? എപ്പോഴെങ്കിലും കുറെ നേരം നിന്ന് നമുക്ക് മടുപ്പാവും അല്ലെ. ചിലവര് കുറെ നേരം നിന്ന് വീട്ടിലേക്കൊക്കെ പോകും. നിന്ന് മടുപ്പായി നമുക്ക് ശാരീരിക അവസ്ഥ ചിലപ്പോ അങ്ങനെ ഇരിക്കും, നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയായിരിക്കും അല്ലെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? തിരികെ വീട്ടിലേക്കൊക്കെ പോകും. പോയിട്ട് പിന്നെ വൈകിട്ട് വന്ന് കാണാന്നൊക്കെ വിചാരിക്കും ഇല്ലേ? ഓക്കെ, അപ്പൊ ഫസ്റ്റ് പോയിന്റ് ഇൻസഫിഷ്യന്റ് നമ്പർ ഓഫ് ഡോക്ടേഴ്സ്. Then second one നോക്കാം. Inappropriate appointment system. അപ്പോയിന്റ്മെന്റ് സിസ്റ്റം അപ്രോപ്രിയേറ്റ് ആയിട്ട് നടക്കാത്തത്. നല്ല രീതിയിലുള്ള അല്ലെ നമ്മള് നല്ല രീതിയിലുള്ള അപ്പോയിന്റ്മെന്റ് സിസ്റ്റം ഇല്ലാത്തത് ഒരു പ്രശ്നമാണ്. നോക്കാം. Appointment patient has no priority over non-appointment patient. This creates congestion is the clinic during the beginning of the day. നമ്മൾ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോഴേ ഓൾറെഡി ചിലപ്പോൾ ബുക്ക് ചെയ്തിട്ടുള്ള പേഷ്യൻസ് ഉണ്ടാവും, അല്ലെങ്കിൽ നമ്മൾ നേരത്തെ വന്ന് ഷീറ്റൊക്കെ എടുത്തു പോയ പേഷ്യൻസ് ഉണ്ടാവും. അപ്പൊ ചിലപ്പോ നമ്മള് ഒരു നേരത്തെ ഒരു 7 മണിയോടേക്ക് വന്നിരിക്കുന്ന പേഷ്യൻസ് ഉണ്ടാകും. അപ്പൊ കുറെ പേഷ്യൻസ് അത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് ലാസ്റ്റ് ലേറ്റ് ആയിട്ടൊക്കെ വന്നുകൊണ്ട് അവര് ഓടിപ്പോയിട്ട് ഡോക്ടറെ കാണാനൊക്കെ ശ്രമിക്കും. അപ്പൊ അവര് പറയും നമ്മൾ ഓൾറെഡി എന്താണ് അപ്പോയിന്റ്മെന്റ് ഞങ്ങൾ ബുക്ക് ചെയ്തതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരു ബിഗിനിങ്ങിൽ തന്നെ പ്രശ്നങ്ങൾ സംഭവിക്കാം ഇല്ലേ? നമ്മൾ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ കണ്ടിട്ടില്ല അങ്ങനെ ഈ പേഷ്യൻസ് തമ്മിൽ എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നത്. ഇപ്പൊ നമ്മൾ ഇത്ര ദിനം വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അല്ലെ. ഉണ്ടായിട്ടുണ്ടോ അങ്ങനെ? ഉണ്ടോ അങ്ങനെ? ആർക്കും ഉണ്ടായിട്ടില്ല. എല്ലാവരും വരുമ്പോ ഡോക്ടറെ പോയി കണ്ടു. ഇങ്ങനെയാണോ? ഓക്കെ അല്ലെ. കുറച്ച് പേർക്കെങ്കിലും അങ്ങനെ അനുഭവപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അത് ശരിയായിട്ടുള്ള ഒരു അപ്പോയിന്റ്മെന്റ് സിസ്റ്റം നിലനിൽക്കാത്തത് കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് അല്ലെ. അപ്പൊ അതാണ് ഇൻഅപ്രോപ്രിയേറ്റ് സിസ്റ്റത്തിൽ അപ്പോയിന്റ്മെന്റ് സിസ്റ്റത്തിൽ പറയുന്നത്. കാരണം ചിലപ്പോ ബുക്കിംഗ് ചെയ്തവരുണ്ടാവും, അത് ചിലപ്പോ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവില്ല. ചിലപ്പോ നേരത്തെ വന്നവരോ അല്ലെങ്കിൽ ലേറ്റ് ആയിട്ട് വന്നവർ ഫസ്റ്റ് കയറി കാണുന്ന ഒരവസ്ഥ. അപ്പോ അതും ഒരു പ്രോബ്ലമാണ്. അപ്പോ രണ്ടാമത്തെ പ്രോബ്ലമാണ് ഇൻഅപ്രോപ്രിയേറ്റ് അപ്പോയിന്റ്മെന്റ് സിസ്റ്റം. ഒന്നാമത്തേതായിരുന്നു ഇൻസഫിഷ്യന്റ് നമ്പർ ഓഫ് ഡോക്ടേഴ്സിന്റെ അഭാവം. ഓക്കെ, മൂന്നാമത്തെ പോയിന്റ് നോക്കാം. ലോ വെയിറ്റിംഗ് ടൈം അറ്റ് ദ മെഡിസിൻ റൂം. ഇതും നമുക്ക് സംഭവിച്ചിട്ടുള്ള കാര്യമാണ് അല്ലേ. ഫാർമസി പോയി ടോക്കൺ നമ്പർ എടുത്ത് ഒത്തിരി നേരം ഇരിക്കേണ്ട അവസ്ഥ വന്നിട്ടുണ്ടോ? ഉണ്ട്. ഓക്കെ, ഉണ്ട് കേട്ടോ, ഒത്തിരി പേർക്കുണ്ടേ അല്ലെ. അപ്പൊ നമുക്ക് അതും ഒരു പ്രശ്നമാണ്, ഒരു പ്രോബ്ലമാണ്. ആഫ്റ്റർ പേഷ്യന്റ് നോക്കാട്ട പോയിന്റ് വായിക്കാവേ. Long waiting time at medicine room. After patient receive the prescription from the clinic counter, patients are directed to
മെഡിസിൻ റൂം ടു റെമിറ്റ് ദ ഫീ ആൻഡ് റിസീവ് ദ മെഡിസിൻസ്. ഫീസ് ഒക്കെ അടച്ചിട്ട് മെഡിസിൻ വാങ്ങിക്കാൻ വേണ്ടി കുറെ നേരം നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കേണ്ടതുണ്ട് അല്ലെ. നമുക്ക് തന്നെ ഒരു മടുപ്പാവും. നമ്മളെ പുറത്തുനിന്നും വേറെ പുറത്ത് പോയിട്ട് മെഡിക്കൽ ഷോപ്പിൽ പോയിട്ട് മെഡിസിൻ വാങ്ങിച്ച് വീട്ടിൽ പോകാമായിരുന്നു എന്ന് വിചാരിച്ചിട്ടുണ്ടോ? വിചാരിച്ചു കാണുമല്ലോ. വിചാരിച്ചിട്ടുണ്ട് എപ്പോഴെങ്കിലും? വെയിറ്റ് ചെയ്തിരുന്നിരുന്ന് അല്ലെ, ഈ നേരം കൊണ്ട് നമുക്ക് പോകുന്ന വഴി മെഡിക്കൽ ഷോപ്പിൽ കയറി മരുന്ന് വാങ്ങിക്കാൻ മതിയായിരുന്നു അല്ലെ. ഓക്കെ, അപ്പോ ലോങ് വെയിറ്റിംഗ് ടൈം അറ്റ് മെഡിസിൻ റൂം അതൊരു ജനറൽ പ്രോബ്ലം ആണ്. ഓക്കെ, മൂന്നാമത്തെ പ്രോബ്ലം ആണ് കേട്ടോ. നാലാമത്തെ പ്രോബ്ലം നോക്കാം. ഷോർട്ടേജ് ഓഫ് ഫെസിലിറ്റീസ്, അതായത് സൗകര്യങ്ങളുടെ അഭാവം. മറ്റു ഇപ്പോ ഇരിക്കാനായിട്ട് ഇത്ര തിരക്കുകളും കാര്യങ്ങളും വരുമ്പോ അത്രയും ഇരിക്കാനുള്ള ചെയറുകളും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ചിലപ്പോൾ ഒരു കുടിക്കാനായിട്ടുള്ള വെള്ളം പോലും വെച്ചിട്ടുണ്ടാവില്ല. അങ്ങനെയുള്ള കുറച്ച് ഷോർട്ടേജ് ഫെസിലിറ്റീസുകൾ, അതായത് സൗകര്യങ്ങളുടെയൊക്കെ അഭാവങ്ങൾ. ഓക്കെ, ഫിഫ്ത് പോയിന്റ് നോക്കാം. ഇൻസഫിഷ്യന്റ് ട്രെയിനിങ് ഓഫ് മെഡിക്കൽ പേഴ്സണൽ കൺസേണിംഗ് ആംബുലേറ്ററി കെയർ. ഈ ആംബുലേറ്ററി കെയറിലെ പേഷ്യൻസിന് അതായത് മെഡിക്കൽ മീൻസ് അധികം ട്രെയിനിങ് ഒന്നും ഇല്ലാത്ത മെഡിക്കൽ സ്റ്റാഫുകള്, അതായത് ട്രെയിനിങ് ഇൻസഫിഷ്യന്റ് ആയിട്ടുള്ള ട്രെയിനിങ് ലഭിച്ച മെഡിക്കൽ സ്റ്റാഫുകള്, അതായത് അവർക്ക് ട്രെയിനിങ് കുറവാണെന്ന്. അപ്പൊ അവരുടെ പരിചരണം അങ്ങനെ തന്നെ ആയിരിക്കും ഓരോ കുറവാണെങ്കിൽ. അപ്പൊ അത് ഒരു പ്രശ്നമാണ്. ട്രെയിനിങ്ങില് കുറവ് ട്രെയിനിങ് ഉള്ള മെഡിക്കൽ സ്റ്റാഫുകള്. ഓക്കെ, സിക്സ്ത് പോയിന്റ് ഫ്രാഗ്മെന്റേഷൻ ഓഫ് കെയർ. എന്താണ് ഫ്രാഗ്മെന്റേഷൻ എന്ന് പറഞ്ഞാല്? ഫ്രാഗ്മെന്റേഷൻ കേട്ടിട്ടുണ്ടോ? ഫ്രാഗ്മെന്റേഷൻ വിഘടനം മീൻസ് വിഘടിച്ചു പോവുക. ഓക്കെ, എഴുതി വെക്കണേ. ഫ്രാഗ്മെന്റേഷൻ വിഘടനം. ഓക്കെ, fragmentation of care, poor communication and inadequate understanding of their demands. ഇവിടെ പറയുന്നത് ആശയവിനിമയത്തിന്റെ ഒരു മോശമായിട്ടുള്ള പുവർ കമ്മ്യൂണിക്കേഷൻ അല്ലെ, മോശമായിട്ടുള്ള ഒരു ആശയവിനിമയത്തിന്റെ എന്താ പറയാ അവരുടെ ഒരു കെയറിന്റെ വിഘടനം. അതായത് മോശമായിട്ടുള്ള ആശയവിനിമയം പേഷ്യൻസിനോട് അവർ കാണിക്കുന്നത്. അതുപോലെ തന്നെ കെയറിന്റെ വിഘടനം, ശരിയായ രീതിയിലുള്ള ഒരു പരിചരണം കിട്ടുന്നില്ല, അതിങ്ങനെ വിഘടിച്ചു പോകുന്ന ഒരു അവസ്ഥ. പരിചരണം ശരിക്കും ശരിയായ രീതിയിൽ കിട്ടാത്ത ഒരു അവസ്ഥ. Then inadequate understanding of their demands. അതുപോലെ തന്നെ പേഷ്യൻസിന്റെ ഡിമാൻഡ്സ്, അതായത് കൃത്യമായിട്ടും ആവശ്യങ്ങളെ കുറിച്ചുള്ള ഒരു അപര്യാപ്തത. അവര് മീൻസ് നഴ്സുമാർ മനസ്സിലാക്കുന്നില്ല പേഷ്യൻസിന്റെ ഒരു ഡിമാൻഡ്സും കാര്യങ്ങളും എന്താണോ അവർക്ക് വേണ്ടുന്നതെന്ന് മനസ്സിലാക്കാൻ വയ്ക്കുന്ന ഒരു അവസ്ഥ. ഓക്കെ, ഫ്രാഗ്മെന്റേഷൻ ഓഫ് കെയർ, poor communication and inadequate understanding of their demands. മോശമായിട്ടുള്ള രീതിയിലുള്ള ഒരു പെരുമാറ്റം, അതുപോലും അവരുടെ ആ ഒരു കെയറുകൾ വിഘടിച്ചു പോകുന്നു. ദെൻ പേഷ്യൻസിന്റെ ഡിമാൻഡ്സ് അറിയാതെ വരുന്ന ഒരു അവസ്ഥ. ഓക്കെ, ദെൻ സെവൻത് പോയിന്റ് നോക്കാം. An organizational structure geared to traditional preference and needs to providers. എന്താണ് പറയുന്നത്? ഇപ്പൊ പ്രൊവൈഡേഴ്സ് മീൻസ് ദാതാക്കള് മീൻസ് പേഷ്യൻസ്. അപ്പോ ഈ ദാതാക്കളുടെ പരമ്പരാഗതമായിട്ടുള്ള പ്രിഫറൻസ്, ട്രഡീഷണൽ പ്രിഫറൻസുകൾക്കും മുൻഗണനകൾക്കും ആവശ്യങ്ങൾക്കും ഒരു എന്താ പറയാ ഒരു സംഘടന പോലെ ചെയ്യാൻ, അതായത് അവർക്ക് പ്രിഫറൻസ് കൊടുക്കാൻ, പേഷ്യൻസിന് കുറച്ചുകൂടി കൂടുതൽ പ്രിഫറൻസ് നൽകിയിട്ട് വേണമെന്ന് അവരുടെ ഒരു മുൻഗണന. ട്രഡീഷണൽ പാരമ്പര്യമായിട്ടും അങ്ങനെയുള്ള ചില പേഷ്യൻസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ, അവർക്ക് എന്ത് ചെയ്യാ ഒരു മുൻഗണന കൊടുക്കുന്നത്. ഓക്കെ, എയ്ത്ത് വൺ റെസിസ്റ്റൻസ് ടു ചേഞ്ച് എന്ന് വെച്ചാൽ എന്താണ്? പ്രതിരോധം അല്ലെ. റെസിസ്റ്റൻസ് ടു ചേഞ്ച് മീൻസ് മാറ്റത്തിനുള്ള ചേഞ്ചിനുള്ള ഓരോ പ്രതിരോധങ്ങൾ കൊണ്ടുവരിക, ഓരോ മാറ്റത്തിന് വേണ്ടിയിട്ട് ഓരോരോ പ്രതിരോധ രീതികളും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, പുതുതായിട്ട് കൊണ്ടുവരിക. ഓക്കെ, ഇപ്പൊ ജനറൽ പ്രോബ്ലംസ് എന്ന് പറഞ്ഞാൽ 8 പ്രോബ്ലംസ് ആണ് വരുന്നത്. ഫസ്റ്റ് വൺ നമ്മൾ പറഞ്ഞു ഇൻസഫിഷ്യന്റ് നമ്പർ ഓഫ് ഡോക്ടേഴ്സ്, ഡോക്ടേഴ്സിന്റെ അഭാവം. അതുപോലെ സെക്കൻഡ് വൺ ഇൻഅപ്രോപ്രിയേറ്റ് അപ്പോയിന്റ്മെന്റ് സിസ്റ്റം, അപ്പോയിന്റ്മെന്റ് സിസ്റ്റം അപ്രോപ്രിയേറ്റ് അല്ലാത്തത്. ദെൻ തേർഡ് വൺ ലോങ് വെയിറ്റിംഗ് ടൈം അറ്റ് മെഡിസിൻ റൂം, നമ്മള് ഫാർമസി പോയിട്ടും എന്താണ് കൂടുതൽ ടൈം വെയിറ്റ് ചെയ്തിരിക്കേണ്ടി വരുന്ന അവസ്ഥ. ദെൻ ഫോർത്ത് വൺ ഷോർട്ടേജ് ഓഫ് ഫെസിലിറ്റീസ്, നമുക്ക് ഈ സൗകര്യങ്ങളുടെ അഭാവം അല്ലെ, എന്തെങ്കിലും ചെയറുകളോ മറ്റും അങ്ങനെയുള്ള അസൗകര്യങ്ങൾ.
Then fifth one, insufficient training in medical personnel concerning ambulatory. Means എന്താണ് ഒരു ആംബുലേറ്ററി കെയറിൽ മതിയായ വണ്ണം ട്രെയിനിങ് ഇല്ലാത്തൊരു മെഡിക്കൽ പ്രൊഫഷൻസുകൾ. Then fragmentation of care, poor communication, inadequate understanding of their demands. നമുക്കറിയാം ഈ പറഞ്ഞ പോലെ കമ്മ്യൂണിക്കേഷൻ പൂർ ആയിട്ടുള്ള രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻ, അതുമൂലം അവരുടെ കെയർ വിഘടിച്ചു പോവുക, പേഷ്യൻസിന്റെ ഡിമാൻഡ്സ് എന്താണെന്ന് തിരിച്ചറിയാതിരിക്കുക. Then seventh point, organizational structure, ട്രഡീഷണൽ പ്രിഫറൻസിനൊക്കെ കൂടുതൽ പ്രൊവൈഡേഴ്സിന് കൂടുതൽ അവർക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതൊക്കെ ഒരു പ്രശ്നമാണ്. Then resistance to change, പ്രതിരോധ മീൻസ് മാറ്റങ്ങളുടെ ഒരു പ്രതിരോധങ്ങൾ കൊണ്ടുവരിക എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയും 8 കാര്യങ്ങളാണ് ജനറൽ പ്രോബ്ലംസിൽ വരുന്നത്. നിങ്ങളൊന്ന് വായിച്ചു നോക്കാം, ഇതൊന്ന് വായിച്ചു നോക്കണം. 8 പ്രോബ്ലം ഒന്ന് വായിച്ചു നോക്കിയേ. അടുത്ത് നമുക്ക് സ്പെസിഫിക് പ്രോബ്ലം വരുന്നത്. 8 പ്രോബ്ലം ഒന്ന് വായിക്കാം. 5 മിനിറ്റ് സമയം തരാം, ഒന്ന് വായിച്ചോളൂ. നല്ല രീതിയിൽ ഒന്ന് വായിച്ച് മനസ്സിലാക്കാം. സെവൻത് പോയിന്റിൽ പറയുന്നത് an organizational structure geared to traditional preference and needs of the providers. അതായത് ഈ പ്രൊവൈഡേഴ്സിന്റെ ഇപ്പോ ദാതാക്കളുടെയൊക്കെ അവരുടെ ഒരു ഈ പരമ്പരാഗത മുൻഗണനകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സംഘടനയൊക്കെ പോലെ ചെയ്യില്ലേ. അപ്പൊ അതൊക്കെ ഒരു അവരുടെ പ്രിഫറൻസ് ഒക്കെ ഒരാൾക്ക് മാത്രം പ്രിഫറൻസ് ഒക്കെ കൊടുക്കുമ്പോ അവിടെ പ്രശ്നങ്ങളൊക്കെ ഒത്തിരി വരും. എട്ടാമത്തെ പോയിന്റ്, റെസിസ്റ്റൻസ് ടു ചേഞ്ച്, അതായത് മീൻസ് മാറ്റങ്ങൾക്കുള്ള ഒരു പ്രതിരോധം എന്നാണ് അതിന്റെ മലയാളത്തിലുള്ള ടേം. കുറച്ച് മാറ്റങ്ങളൊക്കെ കൊണ്ടുവരുന്നത് ഒ പി സെക്ഷനിലും അവർ അവരുടേതായിട്ടുള്ള കുറെ മാറ്റങ്ങളൊക്കെ സൃഷ്ടിക്കുന്നത് നമുക്ക് ചിലപ്പോ പേഷ്യൻസിനെ സംബന്ധിച്ചെല്ലാം അക്സെപ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. വായിച്ചോളൂട്ടോ, എല്ലാ പോയിന്റ്സും വായിക്കണേ. സെക്കൻഡ് പോയിന്റ്, അപ്പോയിന്റ്മെന്റ് സിസ്റ്റത്തില് ശരിയായിട്ടുള്ള രീതിയിലുള്ള അപ്പോയിന്റ്മെന്റ് സിസ്റ്റം ഇല്ലാതെ വരുന്നത്. അപ്പോ നമ്മളിപ്പോ ബുക്ക് ചെയ്ത ആൾക്കാരെ ബുക്ക് ചെയ്യാത്ത ആൾക്കാരൊക്കെ ഇടയ്ക്കിടയ്ക്ക് കയറിയ ഡോക്ടറുടെ റൂമിലേക്ക് ആ ഒരു പ്രശ്നം. 1, 2, 3 ഒന്നും പ്രശ്നമില്ല. ലാസ്റ്റ് ഒരു 7 വട്ടൊക്കെ വെച്ച് നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നിയത് കുഴപ്പമില്ലെന്ന് വായിച്ച് മനസ്സിലാക്കിയാൽ മതി. ഒക്കെ പ്രോബ്ലംസ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. എട്ട് പോയിന്റ് വായിക്കണേ. ജനറൽ പ്രോബ്ലംസ് കഴിഞ്ഞാൽ നമുക്ക് വരുന്നത് സ്പെസിഫിക് പ്രോബ്ലംസ് ആണ് കേട്ടോ. ഒ പി ഡിയിൽ തന്നെ ജനറൽ പ്രോബ്ലംസും സ്പെസിഫിക് പ്രോബ്ലംസും ആണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ അതിൽ നമ്മൾ ജനറൽ പ്രോബ്ലംസ് ആണ് ഇപ്പോ നോക്കിയത്. നമ്മൾ നോക്കുന്നത് സ്പെസിഫിക് പ്രോബ്ലം. ജനറൽ പ്രോബ്ലം വായിച്ചോ കേട്ടോ. നമുക്ക് അടുത്തേക്ക് പോവാം.
കംപ്ലീറ്റ് ആയ എല്ലാവരുടെയും വായിച്ച് ഓക്കെ, കംപ്ലീറ്റ് ആയോ? നമുക്ക് നെക്സ്റ്റ് നോക്കാം സ്പെസിഫിക് പ്രോബ്ലംസ്. അപ്പൊ നമ്മൾ ജനറൽ പ്രോബ്ലംസ് ഏതൊക്കെയാണെന്ന് നോക്കി. നമ്മൾ ഇനി നോക്കുന്നത് സ്പെസിഫിക് പ്രോബ്ലംസ് ആണ്. നോക്കാം. സ്പെസിഫിക് പ്രോബ്ലംസിൽ ഫസ്റ്റ് വൺ പറയുന്നത് duties undertaken by the auxiliaries are done hurriedly in order to keep pace with the consultation of doctors. This creates inappropriate documentation. In the auxiliary staff ഓർമ്മയുണ്ടോ? auxiliary staff പറഞ്ഞില്ലേ? സഹായക സ്റ്റാഫ്. Then hurriedly means എന്താണ്? hurriedly hurry up എന്നൊക്കെ പറയില്ലേ? hurriedly എന്താ hurriedly means? കമന്റ് ചെയ്ത് അറിയാവുന്നവരാണെങ്കിൽ പെട്ടെന്ന്, വേഗത്തിൽ, തിടുക്കത്തിൽ എന്നൊക്കെ ഉള്ള ഒരു മീനിങ് ആണ് hurriedly. അറിയാത്തവരാണെങ്കിൽ ഒന്ന് എഴുതി വെക്കണേ. ഓക്കെ, അപ്പൊ നോക്കാം. ഡ്യൂട്ടീസ് അണ്ടർടേക്കൺ ബൈ ഓക്സിലറി. അതായത് നമ്മൾക്കറിയാം, നമ്മള് ഡോക്ടറെ കാണാൻ ചെല്ലുമ്പോഴേ ഡോക്ടറിന്റെ റൂമില് ഒരു ഓക്സിലറി സ്റ്റാഫ് ഉണ്ടാവും, ഒരു നേഴ്സ് ഉണ്ടാവും കൂടെ, ഇല്ലേ? ഉണ്ടാവോ? ഡോക്ടറിന്റെ റൂമിൽ കയറിയപ്പോ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഓക്കെ, ഉണ്ട് അല്ലെ? അപ്പൊ ഡോക്ടർ നമ്മളോട് സംസാരിക്കുന്നത് നമ്മളുടെ രോഗത്തിന്റെ കാര്യങ്ങളും മറ്റും സംസാരിച്ചൊക്കെ കഴിയുമ്പോൾ ഡോക്ടർ ഇങ്ങനെ പറയുന്ന പ്രിസ്ക്രിപ്ഷൻസും മെഡിസിൻസും കാര്യങ്ങളൊക്കെ നേഴ്സുമാരെ എഴുതാറുണ്ട്, ഇല്ലേ? നേഴ്സുമാർ അത് നോട്ട് ചെയ്തെടുക്കും, ഇല്ലേ? ശ്രദ്ധിച്ചിട്ടുണ്ടോ അങ്ങനെ എടുക്കുന്നത്? അത്യാവശ്യം ട്രീറ്റ്മെന്റ്സിന്റെയും മറ്റും കാര്യങ്ങൾ ഈ ഓക്സിലറി നേഴ്സ് എന്ത് ചെയ്യും? ഒന്ന് നോട്ട് ചെയ്തിടും. അപ്പോ ഇവിടെ പറയുന്ന പോയിന്റ്സ് എന്ന് പറഞ്ഞാല്, അതായത് ഇങ്ങനെ ഡോക്ടേഴ്സ് പറയുന്ന കാര്യം പെട്ടെന്ന് ഹറിഡ്ലി ആയിട്ട് പെട്ടെന്ന് ഇങ്ങനെ എഴുതിയെടുക്കുമെന്ന്. എന്ന് വെച്ചാൽ പെട്ടെന്ന് എഴുതിയെടുക്കുമ്പോൾ ആൾക്ക് അടുത്ത പേഷ്യൻസിന് കയറ്റാനുള്ളതാണല്ലോ. അപ്പൊ പെട്ടെന്ന് തന്നെ തിടുക്കത്തിൽ എഴുതിയെടുക്കും. അങ്ങനെ എഴുതിയെടുക്കുമ്പോൾ ദിസ് ക്രിയേറ്റ്സ് ഇൻഅപ്രോപ്രിയേറ്റ് ഡോക്യുമെന്റേഷൻസ് ഒരു അപ്രോപ്രിയേറ്റഡ് ആകില്ല എന്ന്. അതിലെന്തെങ്കിലും മിസ്റ്റേക്കുകൾ സംഭവിക്കാമെന്ന്. പെട്ടെന്ന് ഹറിഡ്ലി സ്പീഡിൽ എഴുതുമ്പോൾ മിസ്റ്റേക്കുകൾ നമുക്ക് ചേരാം. അതാണ് ഒന്നാമത്തെ പോയിന്റിൽ പറയുന്നത്. ക്ലിയർ ആയോ? അതായത് ഡോക്ടേഴ്സിന്റെ റൂമില്, നമ്മൾ കൺസൾട്ടേഷൻ റൂമിൽ ഡോക്ടറിന്റെ ഒപ്പം ഒരു ഓക്സിലറി നേഴ്സ് കൂടി ഉണ്ടാവും. അപ്പൊ ഡോക്ടർ പറയുന്ന പ്രിസ്ക്രിപ്ഷൻസും മെഡിസിന്റെ കാര്യങ്ങളോ അല്ലെങ്കിൽ മറ്റു ട്രീറ്റ്മെന്റ്സിന്റെ കാര്യങ്ങളോ ഈ ഓക്സിലറി നേഴ്സ് എന്ത് ചെയ്യും? ഒന്ന് ചെറുതായിട്ടൊന്ന് നോട്ട് ചെയ്തിട്ടിടും. അപ്പോ ആള് ഹറിഡ്ലി പെട്ടെന്ന് തന്നെ ഇങ്ങനെ മീൻസ് പെട്ടെന്ന് എഴുതിയെടുക്കുമ്പോൾ ഡോക്യുമെന്റേഷൻസിൽ എന്തെങ്കിലും മിസ്റ്റേക്കുകൾ സംഭവിക്കാം. അതാണ് ഒന്നാമത്തെ പോയിന്റിൽ പറയുന്നത് ഒരു സ്പെസിഫിക് പ്രോബ്ലം എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? മനസ്സിലായോ? ഒന്നാമത്തെ പോയിന്റ് ക്ലിയർ ആയോ? ഓക്കെ, ദെൻ രണ്ടാമത്തെ പോയിന്റിലേക്ക് പോവാം. ഓക്സിലറി സ്റ്റാഫ് സംടൈംസ് മിസ്ബിഹേവ് വിത്ത് പേഷ്യന്റ്. ഈ ഓക്സിലറി സ്റ്റാഫ് ചില സമയങ്ങളിൽ പേഷ്യൻസിനോട് മിസ്ബിഹേവ് ആയിട്ട് പെരുമാറും. നമ്മൾ ചെല്ലുമ്പോഴേ നമ്മൾ കുറെ നിലയ്ക്ക് ഒന്നൊക്കെ കഴിയുമ്പോൾ നമ്മൾ ഈ നഴ്സുമാരോട് ചോദിക്കാറില്ലേ എത്രാമത്തെ നമ്പർ കയറി, ഇപ്പൊ എത്രാമത്തെയാണ് സിസ്റ്റർ കയറിയേക്കുന്നത്, ടോക്കൺ നമ്പർ എത്രയാണെന്നൊക്കെ ചോദിക്കും. ചില നഴ്സുമാരാണെങ്കിൽ മാന്യമായിട്ടുള്ള രീതിയിൽ സംസാരിക്കും. പക്ഷെ ചിലവർക്ക് അത് ഇഷ്ടപ്പെടില്ല. അവര് പറയില്ല, അവരെന്തോ ഭയങ്കര ദേഷ്യപ്പെട്ട് മുഖവും ഇതായിക്കൊണ്ടിരിക്കും, ഇല്ലേ? എപ്പോഴെങ്കിലും അങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ടോ? ഉണ്ട്. 2 പേർക്കുണ്ട്, 3 പേർക്കുണ്ട്. ഇനി വരുന്നുള്ളൂ കേട്ടോ. ഒത്തിരി പേർക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട് അല്ലെ? അപ്പോ അതൊരു സ്പെസിഫിക് പ്രോബ്ലം തന്നെയാണ് അല്ലെ? അതായത് മിസ്ബിഹേവിയർ ആയിട്ട് പേഷ്യൻസിനോട് പെരുമാറുന്നത് ഒരു സ്പെസിഫിക് പ്രോബ്ലം ആണല്ലോ. അതാണ് രണ്ടാമത് പറയുന്നത് കേട്ടോ. Then മൂന്നാമത്തെ പോയിന്റ് നോക്കാം. In absence of appointment system, patients start accumulating even before office time. Start creating a long queue of patients even before the arrival of doctors. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, അപ്പോയിന്റ്മെന്റ് സിസ്റ്റം ശരിയായിട്ടുള്ള രീതിയിലൊരു അപ്പോയിന്റ്മെന്റ് സിസ്റ്റം ഇല്ലെങ്കിൽ പേഷ്യൻസ് അക്യുമുലേറ്റഡ് ആവും. എന്താണ് അക്യുമുലേറ്റിംഗ് എന്ന് പറഞ്ഞാല്? മലയാളം മീനിങ് അക്യുമുലേറ്റിംഗ് എന്താണ്? പറയൂ, കമന്റ് ചെയ്ത് അറിയാവുന്നവർ. ആർക്കും അറിയില്ല?
കുമിഞ്ഞു കൂടുക എന്ന് കേട്ടിട്ടുണ്ടോ? ഭയങ്കര തിരക്കായിട്ട് കുമിഞ്ഞു കൂടുന്ന ഒരു അവസ്ഥ എന്നൊക്കെ പറയില്ലേ നമ്മൾ കോമൺ ആയിട്ട് പറയുമ്പോ. കൂടിച്ചേരുക മീൻസ് കുമിഞ്ഞു കൂടുക മീൻസ് തിരക്കായിട്ട് ഭയങ്കര തിരക്കും വരിക എന്നൊക്കെ പറയില്ലേ, ആ ഒരു ടേം തന്നെ. ഓക്കെ, അപ്പോ ഇൻ ആബ്സെൻസ് ഓഫ് അപ്പോയിന്റ്മെന്റ് സിസ്റ്റത്തിന്റെ അഭാവം മൂലം പേഷ്യൻസുകൾ കുമിഞ്ഞു കൂടുന്നത്. ബിഫോർ ഓഫീസ് ടൈം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് തന്നെ ഇങ്ങനെ ആളുകളുടെ എണ്ണം കുമിഞ്ഞു കൂടുക, ഈ ഡോക്ടർ വരുന്നതിന് മുൻപ് തന്നെ ഒരു ലോങ് ക്യൂ തന്നെ സൃഷ്ടിക്കുന്നത് ഒരു പ്രശ്നമാണ്. അപ്പൊ അതൊരു സ്പെസിഫിക് പ്രോബ്ലം ആണ്. കൂട്ടം കൂടുക, കുമിഞ്ഞു കൂടുക, ഭയങ്കര തിക്കുമിതായിട്ട് നിൽക്കുക എന്നൊരു ടേം. ഓക്കെ, ക്ലിയർ ആയോ? അതായത് അപ്പോയിന്റ്മെന്റ് സിസ്റ്റത്തിന്റെ അഭാവം മൂലം ഭയങ്കര തിരക്കും വരിക, അതുപോലെ ഇങ്ങനെ വളരെ ഡോക്ടർ വന്നതിന് മുമ്പ് തന്നെ ഡോക്ടറിന്റെ റൂമിന്റെ ഫ്രണ്ടില് ഒരുപാട് പേഷ്യൻസ് ഇങ്ങനെ ക്യൂ ആയിട്ടൊക്കെ നിൽക്കുന്ന ഒരു അവസ്ഥ. ഓക്കെ, then fourth point നോക്കാം, interruptions of consultation or investigation. Interruption meaning എന്താ? interruption തടസ്സങ്ങള്, ചികിത്സയ്ക്കും മറ്റ് അന്വേഷണങ്ങൾക്കും വരുന്ന തടസ്സങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻവെസ്റ്റിഗേഷൻ ഇപ്പൊ ഒന്ന് ലാബിൽ ചെന്നിട്ടോ അപ്പൊ എന്തെങ്കിലും ബ്ലഡ് ടെസ്റ്റുകളും കാര്യങ്ങൾ ചെയ്തു, അല്ലെങ്കിൽ ഒരു മെഡിസിൻ ചെയ്യാൻ പറഞ്ഞു, പക്ഷെ ആ ടെസ്റ്റിനുള്ള സംഭവം ചിലപ്പോൾ മെഷീൻ വർക്ക് ആവുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും മെഡിസിന്റെ അഭാവം ഉണ്ടാകും, അങ്ങനെയുള്ള തടസ്സങ്ങളൊക്കെ വരില്ലേ? ഇതിനാണ് ഇന്ററപ്ഷൻസ് ഓഫ് കൺസൾട്ടേഷൻ ഓർ ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഫിഫ്ത് പോയിന്റ്, ലാക്ക് ഓഫ് പ്രൈവസി. എന്താണ് പ്രൈവസി? ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് നമുക്ക് എന്ത് പ്രൈവസിയാണ് വേണ്ടത്? നമുക്കറിയാം, ഇപ്പൊ നമ്മൾ ഡോക്ടറെ കാണാൻ പോയിരിക്കുമ്പോൾ ഒരു സെപ്പറേറ്റ് ഡോക്ടേഴ്സിന്റെ റൂം ആയിരിക്കും അല്ലെ, ആ റൂം ഡോർ ക്ലോസ് ചെയ്തിട്ടുണ്ടാകും, ആ റൂമിൽ ഒരു നേഴ്സ് ഉണ്ടാകും, പിന്നെ നമ്മൾ പേഷ്യന്റ് ഉണ്ടാവും. നമുക്ക് നമ്മുടെ അസുഖത്തെ കുറിച്ചുള്ള കാര്യങ്ങൾ ഓപ്പൺ ആയിട്ട് തന്നെ എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യാൻ പറ്റും, പറയാൻ സാധിക്കും. ഇപ്പോ ചില ഹോസ്പിറ്റലൊക്കെ അതിനുള്ള സൗകര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഈ ജനറൽ ഹോസ്പിറ്റലുകളിലും മറ്റും ചിലപ്പോ സജ്ജീകരണങ്ങളൊന്നും ഉണ്ടാവില്ല, സെപ്പറേറ്റ് റൂമൊന്നും ഉണ്ടാവില്ല. ചിലപ്പോ ഒരു വലിയ ഹോളിന്റെ സൈഡിലായിട്ട് ഡോക്ടർ ഇരിക്കുന്നുണ്ടാവും, ആ ഹോളിൽ തന്നെ കുറെ പേഷ്യൻസ് ഇരിക്കുന്നൊക്കെ ഉണ്ടാവും അല്ലെ. അപ്പോ നമുക്ക് ചില കാര്യങ്ങൾ നമ്മുടെ അസുഖത്തെ സംബന്ധിച്ചിട്ടുള്ള ചില കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഓപ്പൺ ആയിട്ടൊന്നും പറയാനായിട്ട് സാധിക്കില്ല അല്ലെ. അതാണ് ലാക്ക് ഓഫ് പ്രൈവസി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആയോ? മനസ്സിലായോ ലാക്ക് ഓഫ് പ്രൈവസി? ഓക്കെ, അടുത്ത പോയിന്റ് നിങ്ങൾക്ക് അറിയാവുന്ന പോയിന്റ് ആണോ, എക്സ്പ്ലനേഷൻ ഒരു ആവശ്യമില്ല, നിങ്ങളാണ് എക്സ്പ്ലനേഷൻ പറഞ്ഞു തരേണ്ടത്. ഇല്ലെജിബിൾ ഹാൻഡ് റൈറ്റിംഗ് ഓഫ് ഡോക്ടേഴ്സ്. ഞാൻ പറയണോ എക്സ്പ്ലനേഷൻ? ഇല്ലെജിബിൾ ഹാൻഡ് റൈറ്റിംഗ്, ഡോക്ടേഴ്സിന്റെ ഹാൻഡ് റൈറ്റിംഗ് ശ്രദ്ധിച്ചിട്ടുണ്ടോ? കുത്തി വരെ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ, ശരിയാണ് അല്ലെ. അതിൽ ഇംഗ്ലീഷ് ഓരോ ലെറ്ററുകൾ ഇപ്പറക്കി എടുക്കാൻ സാധിക്കും. നമുക്ക് ഏതെങ്കിലും ലെറ്റർ കണ്ടുപിടിക്കാൻ പറ്റുമോ ഇതിൽ നിന്ന്? ഇല്ലല്ലോ. ഇത് വേറെ ഏതോ ലിപിയാണെന്നല്ലോ നമ്മൾ വിചാരിച്ചിരിക്കുന്നത്, വിചാരിച്ചിട്ടുണ്ടോ? ഒന്നും മനസ്സിലാവില്ല അല്ലെ. പക്ഷെ മെഡിക്കൽ ഷോപ്പിൽ നമ്മൾ പോയി ചീട്ട് കൊടുത്ത് മരുന്ന് വാങ്ങിക്കുമ്പോ അവർക്ക് മനസ്സിലാവുന്നുണ്ടോ? കമന്റ് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഫാർമസിയിലുള്ളവർക്ക് അറിയാൻ പറ്റുന്നത്, കാരണം അവർ എക്സ്പേർട്ടഡ് ആണ്. അവര് കൂടുതലായിട്ടും ഈ പറഞ്ഞ പോലെ അവര് ഡെയിലി ഇത് ചീട്ടുകൾ വായിക്കുന്നവരാണ്, അവർക്ക് അറിയാൻ സാധിക്കും. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒട്ടും തന്നെ വായിക്കാനായിട്ട് പറ്റില്ല അല്ലെ. അപ്പോ നമുക്കത് അവർക്ക് വായിക്കാൻ പറ്റുന്നത് കൊണ്ട് തന്നെയാണ് അവർ മരുന്ന് വാങ്ങിക്കുന്നത്. ഓക്കെ, അതാണ് നമ്മൾ പറഞ്ഞത്. ഫാർമസിയില് മെഡിക്കൽ ഷോപ്പിൽ നിൽക്കുന്ന ഒരു പേഷ്യൻസിന് മെഡിക്കൽ ഷോപ്പിൽ നിൽക്കുന്ന ഒരു ജീവനക്കാരന് ഈ പറഞ്ഞ ഡോക്ടേഴ്സിന്റെ ഹാൻഡ് റൈറ്റിംഗ് മനസ്സിലാവുന്നത് കൊണ്ടാണല്ലോ മരുന്ന് തരുന്നത്. ഓക്കെ, ദെൻ നമ്മള് പറഞ്ഞു അങ്ങനെ ഒരു ഇല്ലെജിബിൾ ആയിട്ടുള്ള ഹാൻഡ് റൈറ്റിംഗ്. പക്ഷെ ചില സമയങ്ങളിൽ ഈ മെഡിക്കൽ ഷോപ്പിൽ നിൽക്കുന്ന ഒരു വ്യക്തിക്ക് പോലും മനസ്സിലാകാതൊക്കെ വരും. അപ്പൊ അവർക്ക് മെഡിസിൻസിന്റെ എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ വന്നേക്കാം അല്ലെ. അപ്പൊ ഒന്നുകൂടി കൺഫേം ചെയ്യുവാന്നൊക്കെ നമ്മളോട് പറയാൻ വേണ്ടവരും ഇല്ലേ. ചില സമയത്ത് അവർക്ക് പോലും മനസ്സിലാവാത്ത സിറ്റുവേഷൻ വരും. ചിലപ്പോ അവര് തന്നെ കോണ്ടാക്ട് ചെയ്ത് ഡോക്ടേഴ്സിന്റെ നമ്പർ ഉണ്ടാവുമല്ലോ. അപ്പൊ നമുക്കറിയാം, നമ്മൾ വീട്ടിൽ പോയിട്ട് കാണുന്ന ഡോക്ടേഴ്സില് അപ്പൊ അതിന്റെ അടുത്ത് മെഡിക്കൽ ഷോപ്പ് ഉണ്ടെങ്കിൽ കൂടുതലും അവരായിരിക്കും ആ മെഡിക്കൽ ഷോപ്പിലായിരിക്കും മെഡിസിൻസ് ഒക്കെ ഉള്ളത്. അപ്പൊ ഇവരെന്ത് ചെയ്യും, ഡോക്ടേഴ്സിനെ അപ്പൊ തന്നെ വിളിച്ചു നോക്കും, ഇന്ന മെഡിസിൻ ആണോ ഡോക്ടർ എഴുതിയിരിക്കുന്നതൊക്കെ ഒന്ന് വിളിച്ച് കൺഫേം ചെയ്തതിനു ശേഷമൊക്കെയാണ് കൊടുക്കുന്നത്. ഓക്കെ,
Then 7th point, polypharmacy. In the polypharmacy കേട്ടിട്ടുണ്ടോ? പോളിഫാർമസി. പോളിഫാർമസി മീനിങ് ഒന്നിലധികം മെഡിസിൻസുകൾ കഴിക്കുന്നത്, അല്ലെങ്കിൽ മൾട്ടിപ്പിൾ മെഡിസിൻ, ഒന്നിലധികം മെഡിസിൻസിനെയാണ് നമ്മൾ പോളി ഫാർമസി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എഴുതി വെച്ചോളൂട്ട്, അറിയാത്തവരാണെങ്കിൽ എഴുതി വെക്കണേ. മൾട്ടിപ്പിൾ മെഡിസിൻ, അതായത് ഒരു രോഗി ഒന്നിലധികം മെഡിസിൻസ് ഓരോ അസുഖത്തിന് വേണ്ടി കഴിക്കുന്നത്. മൾട്ടിപ്പിൾ മെഡിസിൻ അല്ലെങ്കിൽ ഒന്നിലധികം മെഡിസിൻ കഴിക്കുക എന്ന് എഴുതിയിടണേ. Okay. Then 8th point, queues are not properly maintained. അല്ലെ, അതായത് ക്യൂ ഒന്നും നല്ല രീതിയിൽ ക്യൂ ഒന്നും മെയിൻറ്റെയിൻ ചെയ്യാതെ വരുന്നത്. ക്യൂ നിന്നുകൊണ്ട് തന്നെ എന്താ പറയാ, തിക്കും തിരക്കൊന്നും കൂട്ടാതെ ക്യൂ നിന്നുകൊണ്ട് തന്നെ ഡോക്ടറെ കാണാൻ കയറുക. അപ്പൊ അതൊന്നും നോട്ട് പ്രോപ്പർലി മെയിൻറ്റെയിൻ ചെയ്യാത്തൊരവസ്ഥ, അതൊരു പ്രോബ്ലമാണ്. Then 9th point, prescribed medicines are not always available at pharmacy. അതും നമുക്ക് സംഭവിക്കാവുന്ന കാര്യങ്ങളാണ്. നമ്മൾ ഫാർമസിയിൽ ചെല്ലുമ്പോൾ ഡോക്ടർ എഴുതിയിട്ടുള്ള പകുതി മരുന്നുണ്ടാവും, പകുതി മരുന്നുണ്ടാവില്ല. നമ്മളോട് എന്തെങ്കിലും പുറത്തുനിന്ന് വാങ്ങിക്കാൻ പറയും, ഇല്ലേ? അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? സിറ്റുവേഷൻസ് അങ്ങനെ വന്നിട്ടില്ലേ? അല്ലെ, എല്ലാ മെഡിസിൻസും കിട്ടില്ല. ചിലപ്പോ 1-2 മെഡിസിൻസ് ഒക്കെ കിട്ടും. പക്ഷെ ബാക്കി മെഡിസിൻസ് നമ്മളോട് എന്ത് ചെയ്യാൻ പറയും? പുറത്തുനിന്ന് വാങ്ങിക്കാനായിട്ട് പറയും, അല്ലെ? അപ്പോ അതും ഒരു സ്പെസിഫിക് പ്രോബ്ലം ആണ്. ഗവൺമെന്റ് ഹോസ്പിറ്റലിലൊക്കെ കൂടുതലായിട്ട് അത്യാവശ്യം വേണ്ട ഡോളോ പാരസിറ്റാമോളോ അല്ലെങ്കിൽ ചുമയുടെ സിറപ്പൊക്കെ മാത്രമേ ഉണ്ടാവുള്ളൂ. ബാക്കി ആന്റിബയോട്ടിക്സ് ഒക്കെ എങ്ങനെയാണെന്ന് പുറത്തുനിന്ന് തന്നെ നമ്മളോട് വാങ്ങിക്കാൻ പറയും, ഇല്ലേ? ഓക്കെ. Then 10th point നോക്കാം. Use of trade names of medicines by the doctors create confusion to patients when different named medicines in same genre is supplied to the patient. ഡോക്ടേഴ്സ് മരുന്ന് എഴുതുമ്പോൾ അതിന്റെ ട്രേഡ് നെയിം എഴുതി കൊടുക്കുന്നത് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നു. ട്രേഡ് നെയിം എന്ന് പറഞ്ഞാൽ കമ്പനി നെയിം. നമ്മൾ ചിലപ്പോൾ മെഡിക്കൽ ഷോപ്പിൽ ഏതെങ്കിലും മരുന്ന് നിന്ന് വാങ്ങിക്കാൻ ചെല്ലുമ്പോഴേ പേരിന് വ്യത്യാസം ഉണ്ടാവും. അപ്പൊ നമ്മളോട് അവർ പറയും കമ്പനി നെയിം മാത്രം മാറിയിട്ടുള്ളൂ, പക്ഷെ കണ്ടന്റ് ഒക്കെ സെയിം തന്നെയാണ് കേട്ടോ, ഇന്ന സംഭവങ്ങളൊക്കെ തന്നെയാണ് ഇതിനുള്ളത്, പക്ഷെ കമ്പനി നെയിം മാത്രം മാറിയിട്ടുള്ളൂ എന്ന് പറയും. പക്ഷെ അങ്ങനെ പറയുമ്പോഴും നമുക്കൊരു ഡൗട്ട് തോന്നാറില്ലേ, അത് തന്നെയാണോ? ഒരു സംശയമാണ് കഴിക്കാനായിട്ട്, അല്ലേ? സംശയമല്ലേ നമുക്ക്? ഓക്കെ. അപ്പൊ അങ്ങനെ എഴുതുന്നത് ഒരു പ്രശ്നമാണത്. ട്രേഡ് നെയിം എഴുതി കൊടുക്കാണ്ട് ശരിയായിട്ടുള്ളൊരു നെയിം തന്നെ എന്ത് ചെയ്യാ, പ്രിസ്ക്രിപ്ഷനിൽ എഴുതി കൊടുക്കാനാണ് പറയുന്നത്. ഓക്കെ. ഇപ്പോ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ കഴിക്കുന്ന പാരസിറ്റാമോള്, എന്താ അതിന്റെ ട്രേഡ് നെയിം, കമ്പനി നെയിം? പാരസെറ്റാമോൾ ഇല്ലേ നമ്മൾ കഴിക്കുന്ന, അതിന്റെ ട്രേഡ് നെയിം എന്താണ് അറിയാമോ? ഡൈമാഡോ. ഡോളോ അല്ല, ഡോളോന്ന്. ഡോളോ നമ്മൾ കോമൺ ആയിട്ട് പറയുന്നതല്ലേ, ഡോളോ, പാരസെറ്റാമോൾ, ഡോളോ എന്നൊക്കെ. അല്ലാതെ വരുന്ന കമ്പനി മെഡ്മോൾ എന്ന് പറയും, അതുപോലെ തന്നെ ഡൈമാഡോൾ എന്നൊക്കെ പറയും കേട്ടോ. സിപ്ല എന്ന് പറഞ്ഞാൽ കമ്പനി നെയിം ആണ്, അത് പ്രോപ്പർ ആയിട്ടുള്ള കമ്പനി നെയിം ആണ്. ഓരോ മെഡിസിനും സെപ്പറേറ്റ് ട്രേഡ് നെയിമുകൾ വരും കേട്ടോ, അതാണ് നമ്മൾ പറയുന്നത്. സിപ്ലയുടെ തന്നെ ഒത്തിരി പ്രൊഡക്ട്സ് മീൻസ് മെഡിസിൻസ് ഉണ്ട്. സിപ്ലയുടെ തന്നെ നമ്മളുടെ മറ്റേ എന്താ പറയാ, ഇയർ ഡ്രോപ്പ്, ഐ ഡ്രോപ്പ് ഉണ്ട്. അതുപോലെ തന്നെ സിപ്ലയുടെ വേറെ മെഡിസിൻസ്, മറ്റു സെൻട്രസിൻസ്, അങ്ങനെയുള്ള അലർജിയുടെ മെഡിസിൻസുകൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സിപ്ല കമ്പനി ചെയ്യുന്നത്. ഇത് നമ്മൾ ട്രേഡ് നെയിം എന്ന് പറഞ്ഞാൽ ഓരോ കമ്പനിയുടെ നെയിമുകൾ സെപ്പറേറ്റ് എടുക്കും. പാരസെറ്റാമോൾ ഇപ്പൊ മെഡ്മോൾ പറഞ്ഞു, നിങ്ങൾ ഡോളോ പറഞ്ഞു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത് കേട്ടോ. സിപ്ലയുടെ ഓയിൻമെന്റ് ഉണ്ട്. അപ്പൊ പാരസെറ്റാമോൾ നമ്മൾ ഡൈമാഡോ എന്ന് പറയും കേട്ടോ. ഡൈമാഡോ ഒന്ന് എഴുതി എടുത്തേക്ക് വേണം, ജസ്റ്റ് ഒന്ന് സൈഡിലൊന്ന് എഴുതിക്കോളൂ കേട്ടോ. ഒരു 2 മെഡിസിന്റെ ട്രേഡ് നെയിം നമുക്കൊന്ന് സൈഡിലൊന്ന് എഴുതിയിടാവേ.
പാരസെറ്റാമോൾ എഴുതിക്കൊണ്ട് ഡൈമാഡോ എന്ന് എഴുതിക്കോട്ടോ, ഡൈമാഡോ. പാരസെറ്റാമോള്, ഡൈമാഡോ. സ്പെല്ലിംഗ് വേണം, തരാം. പാരസെറ്റാമോളിന് തന്നെ പറയുന്ന മറ്റ് 3 ട്രേഡ് നെയിമാണ് ഡയമാഡോ എന്ന് പറയും, ലെംസിപ്പ് എന്നും പറയും, ടൈലനോൾ എന്നും പറയും കേട്ടോ. പാരസെറ്റാമോളിന് പറയുന്ന പേരുകളാണ് ഡൈമാഡോ എന്നും പറയും, ലെംസിപ്പ്, അതുപോലെ ടൈനോൾ. ഒരു മെഡിസിന്റെ കൂടി ഒന്ന് എഴുതിക്കോട്ടോ, 2 മെഡിസിന്റെ എക്സാമ്പിൾ എഴുതിയെടുത്തോളൂ. ആസ്പിരിൻ എന്ന് പറഞ്ഞൊരു ടാബ്ലറ്റിന്റെ പറയുന്ന മറ്റ് ഇതാണ്. ഓക്കെ, പാനഡോളും പറയും. അത്യാവശ്യം നിങ്ങൾ കുറച്ചൊന്ന് എഴുതിയെടുത്തോളൂ കേട്ടോ. പാരസിറ്റമോൾ, ഡൈമാഡോള്, ലെംസിപ്പ്, ടൈനോൾ എന്ന് പറയും. അതുപോലെ ആസ്പിരിൻ എന്ന് പറഞ്ഞൊരു ടാബ്ലറ്റിന് നമ്മള് ആസ്പ്രോ എന്ന് പറയും, ഡിസ്പ്രിൻ എന്ന് പറയും. ട്രേഡ് നെയിം എന്താണെന്ന് ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ പറഞ്ഞത്. Okay. Then next one, no clear advice about when, how long to take the medicine. എത്ര നാളെ ഈ മെഡിസിൻ കഴിക്കണം, എങ്ങനെ കഴിക്കണം എന്നുള്ള ക്ലിയർ ആയിട്ടുള്ള ഒരു അഡ്വൈസ് ലഭിക്കാതെ വരുന്നത് അല്ലെ. എത്ര നാള് കഴിക്കണം, എങ്ങനെയാണ് കഴിക്കേണ്ടത്, 1 മാസം കണ്ടിന്യൂ ചെയ്യണോ, ഇത് തീർന്നിട്ട് വീണ്ടും വന്ന് വാങ്ങിക്കണോ എന്നൊക്കെ ഒരു ക്ലിയർ ആയിട്ട് പറയാതെ വരുന്നൊരു അവസ്ഥ, അതൊരു പ്രശ്നമാണ് അല്ലെ. Then അടുത്ത പോയിന്റ്, sometimes wrong medicines are given by the pharmacist. ചില സമയങ്ങളിൽ ഫാർമസിസ്റ്റ് റോങ് മെഡിസിൻസ് നൽകുന്നത് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും അങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ? ആർക്കെങ്കിലും സംഭവിച്ചിട്ടുണ്ട്? ഓക്കെ, എന്താ സംഭവിച്ചത്? മെഡിസിൻ മാറിപ്പോയതാണോ, അല്ലെങ്കിൽ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ അവരുടെ ഡേറ്റിന്റെ പ്രശ്നമാണോ വന്നത്? ആർക്കെങ്കിലും അങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ? മെഡിസിൻ മാറിപ്പോയി, ഓക്കെ, എന്നിട്ട് അപ്പൊ മനസ്സിലായോ മാറിപ്പോയത്, അല്ലെങ്കിൽ കഴിച്ചോ മെഡിസിൻ? അല്ലെങ്കിൽ മെഡിസിൻ മാറി, അത് അവര് മനഃപൂർവ്വമല്ല, പക്ഷെ അവരുടെ ഒരു മിസ്റ്റേക്ക് ആണ് അല്ലെ. ഓക്കെ, കണ്ണിനുള്ളത് ഡോസ്, ബേബീസിനൊക്കെ ഡോസ് കൂട്ടി തന്നതും ഒരു പ്രശ്നമാണ് അല്ലെ. അപ്പോ ഈ മെഡിസിനെ പറ്റി ഒന്നും അറിയില്ലാത്ത അവർക്ക് ആണെങ്കിൽ എന്ത് ചെയ്യും?
ഈ മെഡിസിൻ അവര് തന്ന മെഡിസിൻ അല്ലേ, അവര് ശരിയായിട്ടുള്ള മെഡിസിൻ അല്ലേ തന്നിരിക്കുന്നത്. നമ്മൾ എന്ത് ചെയ്യും? നമ്മള് വീട്ടിൽ വന്ന വഴി മെഡിസിൻ നമ്മൾ കഴിക്കും, അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കും. ചിലപ്പോൾ അതിന് ഡേറ്റ് ഉണ്ടോ, പേരൊക്കെ തന്നെയാണോ, ഡോസ് കറക്റ്റ് ആണോ എന്നൊന്നും നമ്മൾ ശ്രദ്ധിക്കാറില്ല. പക്ഷെ അങ്ങനെ ശ്രദ്ധിക്കണം അല്ലേ? കാരണം അത് പിന്നീട് ഒരു പ്രശ്നം ഉണ്ടാകാൻ പാടില്ല. നമ്മള് മാക്സിമം നിങ്ങൾ ഹോസ്പിറ്റലിൽ വിട്ട് പോകുന്നതിന് മുൻപ് തന്നെ മെഡിസിനും കാര്യങ്ങളൊക്കെ തന്നിരിക്കുന്നത് ശരിയാണോ എന്ന് ഉറപ്പ് വരുത്തുക. അതില് ഡേറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടോ, അല്ലെങ്കിൽ ഡോസ് ഒക്കെ സെയിം തന്നെയാണോ എന്നൊക്കെ എന്ത് ചെയ്യാണോ എന്ന് മനസ്സിലാക്കിയിട്ട് നോക്കാം. ഓക്കെ, ഇനി നമുക്ക് മെഡിസിൻ ഒക്കെ വാങ്ങിക്കുമ്പോൾ ശ്രദ്ധിക്കുമല്ലോ എല്ലാവരും, ശ്രദ്ധിക്കില്ലേ? ബില്ല് പേ ചെയ്തപ്പോ കണ്ടു. ഓക്കെ, നമ്മൾ പരമാവധി ഹോസ്പിറ്റലിൽ വിട്ട് ഇറങ്ങുന്നതിന് മുൻപ് തന്നെ നിങ്ങൾ അതൊക്കെ ഒന്ന് ക്ലിയർ ആകണമെന്ന് ഒന്ന് ഉറപ്പാക്കണം കേട്ടോ. കാരണം അത് മീൻസ് നമുക്കൊരു വീട്ടിൽ ചെന്ന് നമ്മൾ പെട്ടെന്ന് തന്നെ കൊടുക്കും, അല്ലെ മരുന്ന് കൊടുക്കേണ്ടി വെക്കണം. അപ്പോ അതൊന്നും ശ്രദ്ധിക്കാതെ വരും. എന്ത് ചെയ്യാം, ഹോസ്പിറ്റലിൽ പോയി മെഡിസിൻ ഒക്കെ വാങ്ങിക്കുമ്പോൾ അതൊക്കെ കൃത്യമായിട്ട് നോക്കിയിട്ട് വേണം മരുന്ന് കഴിച്ചു തുടങ്ങുവാൻ. ഓക്കെ, ചെയ്യൂലേ എല്ലാവരും? ഓക്കെ, നമ്മൾ ഹോസ്പിറ്റലിനെ കുറിച്ച് പഠിക്കണല്ലേ. അപ്പോ എന്താണ്, നമുക്ക് കുറച്ച് അതിനൊക്കെ ആയിപ്പോ പഴയ പോലെയല്ലോ, കുറച്ച് ബെറ്റർ ആയില്ലേ അല്ലേ? ആണോ? ബെറ്റർ ആയോ? ഇത്രയും ചാപ്റ്ററൊക്കെ എടുത്തില്ലേ നമ്മള്? എടുത്തില്ലേ? അടുത്തത് ഇൻസഫിഷ്യന്റ് ആൻഡ് അൺക്ലീൻഡ് ടോയ്ലറ്റ്സ്. മതിയായ ഒരു രീതിയിലുള്ള ഒരു എന്താണ് ടോയ്ലറ്റുകളുടെ അഭാവം, അതുപോലെ ക്ലീൻലെസ് മീൻസ് ഭയങ്കര വൃത്തികേടായിട്ടുള്ള തരത്തിലുള്ള ടോയ്ലറ്റുകൾ, അതും ഒരു സ്പെസിഫിക് പ്രോബ്ലം ആണ്. ഓക്കെ, ഇത്രയുമാണ് സ്പെസിഫിക് പ്രോബ്ലത്തിൽ വരുന്നത്. നിങ്ങളൊന്ന് വായിച്ചു നോക്കാം കേട്ടോ. ജനറൽ പ്രോബ്ലംസ് വായിക്കണം, സ്പെസിഫിക് പ്രോബ്ലവും വായിക്കണം. ഓക്കെ, പെട്ടെന്ന് വായിച്ചു നോക്കിക്കോളൂ. ആദ്യം ജനറൽ പ്രോബ്ലംസ് വായിച്ചോളൂ കേട്ടോ. ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ എല്ലാ പ്രോബ്ലംസ് ഉണ്ട് അല്ലേ? ഓക്കെ, ഞാൻ അതാണ് നിങ്ങളോട് എക്സാമ്പിൾ പറയുമ്പോൾ ഗവൺമെന്റ് ഹോസ്പിറ്റൽ എടുത്ത് പറയുന്നത്. അവിടെ പ്രോബ്ലംസ് ഉള്ളത് കൊണ്ടല്ല കേട്ടോ. നമുക്ക് കുറച്ചും കൂടി അവിടെ പോകുമ്പോഴാണ് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഒക്കെ നമുക്ക് വരുന്നത് അല്ലെ. പ്രൈവറ്റിൽ അത്രയും വരില്ല എന്ന് തോന്നുന്നു അല്ലെ. ഗവൺമെന്റിൽ പോകുമ്പോഴല്ലേ അവിടെ ആളുകളും കൂടുതലായിരിക്കും, പക്ഷെ അതിനുള്ള ഫെസിലിറ്റീസ് ഒന്നും ഉണ്ടാവുകയില്ല അല്ലേ? അങ്ങനെയല്ലേ? ആണോ? അതുകൊണ്ടാണ് നിങ്ങളോട് ഞാൻ എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ഗവൺമെന്റ് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് കേട്ടോ. അങ്ങനത്തെ കുഴപ്പമില്ല. ഓക്കെ, എല്ലാ ഹോസ്പിറ്റലിലും ഇങ്ങനെയൊന്നും ഉണ്ടാവില്ല. ചില ഹോസ്പിറ്റലിലൊക്കെ ആയിരിക്കും ഇങ്ങനെയുള്ള സൗകര്യക്കുറവുകളും കാര്യങ്ങളൊക്കെ വരുന്നത്. ജനറൽ പ്രോബ്ലംസ് വായിക്കാം. കംപ്ലീറ്റ് ആയോ? ജനറൽ പ്രോബ്ലംസ് വായിച്ചോ? അത് കഴിഞ്ഞ് സ്പെസിഫിക് പ്രോബ്ലം ഒന്ന് വായിക്കണേ. ഇവിടെ എന്താ പോളിഫാർമസി എന്ന് പറഞ്ഞാല് മൾട്ടിപ്പിൾ മെഡിസിൻ അല്ല, ഒന്നിൽ കൂടുതൽ മെഡിസിൻസ് കഴിക്കുന്നത്. വേറെ പോയിന്റ്സ് ഒന്നും കുഴപ്പമില്ലല്ലോ. അതുപോലെ പോയിന്റ്സ് ആണുള്ളത്.
സ്പെസിഫിക് പ്രോബ്ലത്തില് ഫസ്റ്റ് പോയിന്റ് പറയുന്നത് ഡോക്ടേഴ്സിന്റെ നമ്മൾ ഡോക്ടറുടെ റൂമിൽ ഡോക്ടറെ കാണാൻ പോകുമ്പോൾ ഡോക്ടറുടെ റൂമിൽ ഒരു നേഴ്സ് മുമ്പ് നിൽക്കും അല്ലെ. അപ്പൊ ഡോക്ടർ പറയുന്ന കാര്യങ്ങൾ നമ്മുടെ അസുഖത്തെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ബാക്കി എന്തെങ്കിലും ട്രീറ്റ്മെന്റ്സോ അല്ലെങ്കിൽ ടെസ്റ്റുകളെ സംബന്ധിച്ചോ മെഡിസിൻസോ അങ്ങനെ കാര്യങ്ങൾ പറയുമ്പോ ആ കൂടെ നിൽക്കുന്ന നേഴ്സ് നോട്ട് ചെയ്ത് വെക്കും. കയ്യിലുള്ള ഒരു ബുക്കോ മീൻസ് റെക്കോർഡിൽ ഒന്ന് രജിസ്റ്റർ പുള്ളി എഴുതി വെക്കാറുണ്ട് അല്ലെ. അപ്പോ പെട്ടെന്ന് തന്നെ ഹറഡിലായിട്ട് സ്പീഡിൽ എഴുതുമെന്ന്. അങ്ങനെ സ്പീഡിൽ എഴുതിയെടുക്കുമ്പോൾ ആള് തിരക്ക് ഇനി പുറത്തെ കുറെ പേഷ്യൻസ് നിൽക്കുകയാണല്ലോ. അപ്പൊ പെട്ടെന്ന് തിരക്ക് മാറി മാറി പോകാൻ വേണ്ടിട്ട് എന്ത് ചെയ്യും, ആള് എന്ത് ചെയ്യും, സ്പീഡിൽ എഴുതുന്നത്. അങ്ങനെ സ്പീഡിൽ എഴുതുമ്പോ അത് എന്ത് ചെയ്യും, ഇൻഅപ്രോപ്രിയേറ്റ് ഡോക്യുമെന്റേഷൻ സൃഷ്ടിക്കുന്നത്. അതായത് ഡോക്യുമെന്റേഷൻസിൽ എന്തെങ്കിലും മിസ്റ്റേക്കുകളൊക്കെ സൃഷ്ടിക്കാം. ഓക്കെ, ക്ലിയർ ആയോ? ക്ലിയർ ആയോ? ഡൗട്ട് ചോദിച്ച ആൾക്ക് ധൃതിയിൽ പെട്ടെന്ന് ഇങ്ങനെ എഴുതുമ്പോഴേ ഡോക്യുമെന്റേഷൻസിലെ മിസ്റ്റേക്കുകൾ വരാം. ഓക്കെ, ഫോർത്ത് പോയിന്റ് എന്താ പറയുന്നത്, കൺസൾട്ടേഷനും മറ്റേ ട്രീറ്റ്മെന്റിനും ഈ ഇൻവെസ്റ്റിഗേഷനൊക്കെ ഉള്ള തടസ്സങ്ങള്. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ നമ്മൾ ലാബിൽ ചെന്നു, അപ്പോ എന്തെങ്കിലും ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു, ചിലപ്പോ ആ ചെന്ന സമയത്ത് ആ മെഷീൻ വർക്ക് ആവുന്നില്ല എന്ന് പറയുകയാണ്. അല്ലെങ്കിൽ നമ്മൾ ഇഞ്ചക്ഷൻ റൂമിൽ ചെന്നു, മെഡിസിൻ ഇഞ്ചക്ഷൻ ചെന്നു, അപ്പൊ നമുക്ക് തന്നിട്ടുള്ള മെഡിസിൻ അപ്പൊ അവിടെ അവൈലബിൾ അല്ല, അപ്പൊ വേറെ എവിടെയെങ്കിലും പോയി എടുക്കണം എന്നൊക്കെ പറയില്ലേ നമ്മളോട്. നമ്മൾ ചെയ്യുമ്പോൾ അത് കിട്ടാതെ വരുന്ന അവസ്ഥ, അങ്ങനെ പ്രശ്നങ്ങളൊക്കെ, അതിനാണ് നമ്മൾ തടസ്സങ്ങളെന്ന് ഉദ്ദേശിക്കുന്നത്. ജനറലില് സെവൻത് പോയിന്റിൽ പറയുന്നത് ഈ ട്രഡീഷണൽ പ്രിഫറൻസും കാര്യങ്ങളൊക്കെ സജ്ജീകരിച്ചിരിക്കുന്നതാണ് കേട്ടോ മീനിങ്. അങ്ങനെ ഒരു മുൻഗണന ചില വ്യക്തികൾക്ക് മാത്രം പരമ്പരാഗത അങ്ങനെ മുൻഗണനകളൊക്കെ കൊടുക്കുന്നത് ഒരു പ്രശ്നമാണെന്ന്. ഓക്കെ, ഇതൊക്കെ ആ പോയിന്റ്സ് അതുപോലെ തന്നെ പഠിക്കണേ. കമന്റ് ഇട്ടിട്ടുണ്ടല്ലോ. ഓക്കെ, നിങ്ങളുടെ കോഴിക്കോട് എവിടെ നാട്, എവിടെ നാട്? നിപ്പയുടെ പ്രോബ്ലംസ് ഉണ്ടല്ലേ കുറച്ച് പേർക്കൊക്കെ. ഓക്കെ, മലപ്പുറം. ഓക്കെ ഓക്കെ, മലപ്പുറം. നിങ്ങളുടെ അടുത്തുണ്ടോ? നിങ്ങളുടെ അടുത്ത് തൊട്ടടുത്ത പ്രദേശങ്ങളിൽ ഉണ്ടോ അങ്ങനെ എന്തെങ്കിലും? നിങ്ങളുടെ തൊട്ടടുത്ത് മീൻസ് നിങ്ങളുടെ വീടിന്റെ ആ പ്രദേശങ്ങളിൽ അങ്ങനെ നിപ്പ വല്ലവരും സ്ഥിരീകരിച്ചിട്ടുണ്ടോ അങ്ങനെ ആർക്കെങ്കിലും? തൊട്ടടുത്തില്ല. ഓക്കെ, അപ്പൊ പ്രാർത്ഥിക്കാം കേട്ടോ. കൂടുതലും അങ്ങനെ മീൻസ് ഇപ്പൊ അങ്ങനെ സമ്പർക്കമൊന്നും വരാതെ. ഓക്കെ, നിങ്ങളുടെ അടുത്താണോ വെച്ച്? ഓക്കെ, ആ ഒരു കുട്ടിയല്ലേ, 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയല്ലേ? ഓക്കെ ഓക്കെ, ആ ലോക്ക് ആയിട്ടുണ്ട്. ഓക്കെ, കാരണം നമുക്കത് കണ്ടുപിടിക്കാൻ പറ്റില്ലല്ലോ. ഓക്കെ, മാസ്ക് ഒക്കെ നല്ല രീതിയിൽ ധരിക്കുക, അധികം കൂട്ടത്തിലൊന്നും പോകാതിരിക്കുക കേട്ടോ. നമ്മൾ തന്നെ സ്വയം സംരക്ഷിക്കണ്ടേ, നമ്മളെ തന്നെ സംരക്ഷിക്കാം. കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ടൊക്കെ സൂക്ഷിക്കുക, അവർക്ക് മാസ്ക് ഒക്കെ വെച്ച് കൊടുക്കുക. പിന്നെ അധികം പുറത്തേക്ക് കുട്ടികളെയൊക്കെ ഇറങ്ങാണ്ടൊക്കെ ഇരിക്കുക കേട്ടോ. പിന്നെ ഒത്തിരി പേര് ഡോക്ടർ മീൻസ് ട്രീറ്റ്മെന്റ്സിലൊക്കെ ഉണ്ടല്ലോ, അവർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കാം കേട്ടോ. നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് പോലെ നമുക്ക് ചെയ്യാം. അപ്പൊ മാസ്ക് ഒക്കെ വെച്ചോളൂ എല്ലാവരും തന്നെ. നമ്മളുടെ ഇവിടെ അങ്ങനെ സ്ഥിരീകരിച്ചിട്ടില്ല, പക്ഷെ എല്ലാവരും അതിനുവേണ്ടി മുൻകരുതലുകൾ എടുക്കണം അല്ലെ. മലപ്പുറം ഭാഗത്ത് ഓക്കെ, മലപ്പുറംകാരാണോ നിങ്ങൾ കൂടുതലും? മലപ്പുറംകാരാണോ? ഉണ്ടോ അധികം പേര്? എത്ര പേരുണ്ടോ? ഓക്കെ ഓക്കെ, മലപ്പുറം. നന്നായിട്ട് സേഫ് ആയിട്ട് ഇരിക്കുക കേട്ടോ, എപ്പോഴും മാസ്ക് ഒക്കെ ധരിക്കുക. ഓക്കെ, ഓക്കെ, മലപ്പുറം കോഴിക്കോടൊക്കെ ഉണ്ട്. ഓക്കെ,
നിലമ്പൂർ. ഓക്കെ 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 ഞാൻ ജസ്റ്റ് ചോദിച്ചത് കേട്ടോ. മലപ്പുറംകാരെ ഒത്തിരി പേരുണ്ടോന്നേ. മലപ്പുറം കുറച്ച് പ്ലേസ് ഒക്കെ അറിയാം, കേട്ട് പരിചയമുണ്ട്, അറിയാൻ കൂടും. ഓക്കെ ഇന്ന് വേറെ ക്ലാസ് ഇല്ല, കാരണം ടീച്ചർ ഞാൻ പറഞ്ഞല്ലോ ഇംഗ്ലീഷ് ടീച്ചർ ലീവാണ്. സോ അതുകൊണ്ട് കുറച്ചു നേരം കൂടി ഞാൻ കണ്ടിന്യൂ ചെയ്യാനാണ്. അതിന്റെ ഇടയ്ക്കൊരു ഹോസ്പിറ്റൽ കേസ് ആയിട്ട് പോയേക്കാണ്. ഓക്കെ അപ്പൊ നമ്മൾ തന്നെ അഡ്ജസ്റ്റ് ചെയ്യുന്നതാണ് കേട്ടോ. 5 മിനിറ്റ് ബ്രേക്ക് എന്നതാണ്, അതാണ് നിങ്ങളോട് സംസാരിച്ചത് കേട്ടോ. ഓക്കെ മലപ്പുറം കുറച്ച് പ്ലേസ് അറിയാന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ, എനിക്ക് അങ്ങനെ കറക്റ്റ് ആയിട്ട് അറിയില്ല. ഓക്കെ എത്ര മണി വരെ ഉണ്ടെന്നോ? ക്ലാസ് ഇപ്പൊ തന്നെ ബോറായി തുടങ്ങിയോ? ബോറടിച്ചോ? 3 മണി വരെ ഉണ്ടാവും കേട്ടോ ക്ലാസ്. 1:30 to 2:30 നമ്മുടെ ടൈം. അപ്പൊ ഒരു 3 മണി വരെ എടുക്കാം, കുറച്ചും കൂടി എടുക്കത്തുള്ളൂ, അധികം എടുത്ത് ബുദ്ധിമുട്ടിക്കുന്നില്ല കേട്ടോ. ഓക്കെ എന്റെ പ്ലേസ് എറണാകുളം തന്നെയാണ് കേട്ടോ, എറണാകുളമാണ്. കണക്ഷൻ പ്രോബ്ലം ഉണ്ടല്ലേ? ഓക്കെ ഓക്കെ അപ്പൊ മഴയൊക്കെ ഒന്ന് കുറഞ്ഞിട്ടുണ്ടല്ലോ. നിങ്ങളുടെ അവിടെയൊക്കെ മഴയുണ്ടോ? നല്ല മഴയാണോ? ഇത് നമുക്കിപ്പോ ഇന്നൊക്കെയായിട്ട് 2 ദിവസമായിട്ട് മഴയില്ല കേട്ടോ. 2 days ആയിട്ട് മഴ ഇല്ല എന്ന് തന്നെ പറയാം. ചെറിയ മഴയുടെ മഴക്കാർക്കുള്ളൂ, ജസ്റ്റ് മഴയില്ല, മഴയൊക്കെ പോയിട്ടുണ്ട്. ഓക്കെ ഓക്കെ മഴ വരുമ്പോ റേഞ്ചിന്റെ പ്രശ്നമുണ്ട്. ഓക്കെ ഓക്കെ കുഴപ്പമില്ല കേട്ടോ, മഴ ഇത് മാറി കഴിയുമ്പോൾ റെഡി ആവോ. ഓക്കെ എറണാകുളം. ഓക്കെ ഷഫീഖ്, എറണാകുളംകാരുണ്ടോ? എറണാകുളത്തുള്ളവരുണ്ടോ ഇവിടെ തന്നെ? എറണാകുളം അറിയാം. ഓക്കെ നമ്മൾ നോർത്ത് പറവൂർ തന്നെ, പ്രോപ്പർ പറവൂർ. ഓക്കെ നായരമ്പലം. ഓക്കെ 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 ചെറായി. ഓക്കെ നമ്മളുടെ അടുത്ത് തന്നെയുള്ള സ്റ്റുഡൻസ് ഒക്കെ ഉണ്ടല്ലോ. നോർത്ത് പറവൂർ. ഓക്കെ ഓക്കെ അപ്പൊ 6th ബാച്ചില് അത്യാവശ്യം എനിക്ക് തോന്നുന്നു അടുത്തുള്ള സ്റ്റുഡൻസ് ഒക്കെ ഉണ്ടല്ലേ. ഓക്കെ അപ്പോ നമ്മള് ക്ലാസ് കണ്ടിന്യൂ ചെയ്യണ്ടേ? 5 മിനിറ്റ് റിലാക്സേഷൻ തന്നതാണ് കേട്ടോ. അപ്പൊ ജനറൽ പ്രോബ്ലംസ് നോക്കി, സ്പെസിഫിക് പ്രോബ്ലംസ് ആണ് നമ്മൾ നോക്കിയത്. നോക്കിയോ? മനസ്സിലായില്ലേ? ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഈ പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് നോക്കാൻ പോകുന്നത്. എങ്ങനെയാണ് ഈ പ്രോബ്ലംസ് നമ്മൾ പറഞ്ഞു, ജനറൽ പ്രോബ്ലംസ് ഉണ്ട്, അതുപോലെ തന്നെ സ്പെസിഫിക് പ്രോബ്ലംസ് ഉണ്ട്. ഇനി എങ്ങനെയാണ് ഈ പ്രശ്നങ്ങളെല്ലാം സോൾവ് ചെയ്യുന്നതാണ് നമ്മൾ ഇനി നെക്സ്റ്റ് നോക്കുന്നത്. നോക്കാം. ആഡിക്വേറ്റ് ഡയറക്ഷണൽ സൈൻ. ഫസ്റ്റ് പോയിന്റ് ആഡിക്വേറ്റ് ഡയറക്ഷണൽ സൈൻ, അതായത് ഡയറക്ഷണൽ കിട്ടാൻ വേണ്ടിയിട്ടുള്ള സയൻസ് കാര്യങ്ങളൊക്കെ കൊടുക്കുക. കാര്യം മനസ്സിലായി കാണുമല്ലോ പറയണോ ഞാൻ? ഇപ്പൊ ഹോസ്പിറ്റലിലേക്ക് നമ്മള് ഇന്ന വാർഡ് ഒരു ആരോ മാർക്കൊക്കെ ചെയ്തിട്ട് സെക്കൻഡ് ഫ്ലോറിൽ ഇന്ന സംഭവങ്ങളൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ടൊരു സൈൻ ഒക്കെ കൊടുക്കില്ലേ? മീൻസ് സൈൻ ബോർഡുകൾ കൊടുക്കില്ലേ? ചിഹ്നങ്ങള് ഇങ്ങനെ ഓരോ ഡിപ്പാർട്ട്മെന്റുകൾ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു സംഭവം തന്നെ. അതാണ് ഫസ്റ്റ് വൺ, ആഡിക്വേറ്റ് ഡയറക്ഷണൽ സൈൻ. രണ്ടാമത്തെ പോയിന്റ് നോക്കാം. Computerized registration and electronic record keeping for quick retrieval. എന്താണ് retrieval means? Retrieval means വീണ്ടെടുക്കുക. ഒന്ന് എഴുതി വെച്ചോട്ട്. അറിയില്ലാത്തവരൊക്കെ ആണെങ്കിൽ ഓരോ പോയിന്റ്സ് നിങ്ങൾ മലയാളത്തിൽ എഴുതിത്തോളൂ. റിട്രൈവൽ വീണ്ടെടുക്കുക. ഓക്കെ അപ്പൊ computerized registration and electronic record keeping for quick retrieval. അപ്പോ ഈ രജിസ്ട്രേഷൻസ് മറ്റും കമ്പ്യൂട്ടറൈസ്ഡ് ആക്കാൻ, രജിസ്ട്രേഷൻസ്
റെക്കോർഡുകൾ മറ്റും എന്ത് ചെയ്യുക, കമ്പ്യൂട്ടറൈസ്ഡ് ആക്കുക. അത് നമുക്ക് ക്വിക്കലി റിട്രൈവൽ ചെയ്യാനായിട്ട് സാധിക്കും എന്നാണ് പറയുന്നത് അല്ലെ. പെട്ടെന്ന് തന്നെ ഒരാളോട് ചോദിക്കുമ്പോ ഈ ചാർട്ട് കപ്പയിട്ടുണ്ട് കയറില്ല അല്ലെ. അപ്പോ എന്താണ്, അപ്പോ എന്ത് ചെയ്യണം, കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ടുള്ള രജിസ്ട്രേഷൻസ് കാര്യങ്ങളും ചെയ്യുക. അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ അത് റിട്രൈവൽ ചെയ്ത് എടുക്കാനായിട്ട് സാധിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, അത് സെക്കൻഡ് പോയിന്റ് പറയുന്നത്. മൂന്നാമത്തെ പോയിന്റ്, മൾട്ടിപ്പിൾ ആൻഡ് മൾട്ടി പർപ്പസ് ഫ്രീ കളക്ഷൻ സോൺ. എന്താ മൾട്ടിപ്പിൾ എന്ന് പറഞ്ഞാല്, മൾട്ടിപ്പിൾ എന്താ മൾട്ടിപ്പിൾ? സെക്കൻഡ് പോയിന്റ് ഒന്നും കൂടി പറയണോ? സെക്കൻഡ് പോയിന്റ് പറഞ്ഞത് നമ്മുടെ രജിസ്ട്രേഷനും എല്ലാം കമ്പ്യൂട്ടറൈസ്ഡ് ആക്കാൻ, അങ്ങനെ ആക്കുന്നത് വഴി നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് റിട്രൈവൽ ചെയ്യാനായിട്ട് സാധിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, മൂന്നാമത്തെ പോയിന്റ്, മൾട്ടിപ്പിൾ ആൻഡ് മൾട്ടി പർപ്പസ് ഫീ കളക്ഷൻ. എല്ലാ ഡിപ്പാർട്ട്മെന്റിനും സെപ്പറേറ്റഡ് ആയിട്ടുള്ള ഫീ കളക്ഷൻ സോൺ കൊണ്ടുവരാൻ. എല്ലാത്തിനും കൂടി ഒറ്റ ബിൽ സംവിധാനമാണെങ്കിൽ അവിടെ ഭയങ്കര തിരക്കായിരിക്കും ഇല്ലേ. അപ്പോ അതിനുവേണ്ടി എന്ത് ചെയ്യാം, ഓരോരുത്തർ ഫാർമസിയിലാണെങ്കിൽ അവിടെ ഒരു ബിൽ പേയ്മെന്റിന്റെ ഒരു കളക്ഷൻ കൊണ്ടുവരിക. അതുപോലെ ഇപ്പോ വേറെ മറ്റു ഡിപ്പാർട്ട്മെന്റുകളിലും അങ്ങനെ സെപ്പറേറ്റഡ് ആയിട്ട് ഫീ കളക്ഷൻസ് ഏരിയ, ബില്ലിംഗ് ഏരിയ കൊണ്ടുവരാനാണ് പറയുന്നത്. ഓക്കെ, നാലാമത്തെ പോയിന്റ് നോക്കാം. adequate number of doctors as per patient volumes. പേഷ്യൻസിന്റെ എണ്ണത്തിന് അനുസരിച്ചിട്ട് ആവശ്യമായിട്ടുള്ള ഡോക്ടേഴ്സിനെ നിയമിക്കുക. നമ്മൾ പറഞ്ഞില്ലേ, നമ്മൾ നിൽക്കുന്ന കാര്യം പറഞ്ഞില്ലേ. അപ്പോ പേഷ്യൻസിന്റെ എണ്ണത്തിനനുസരിച്ച് ആവശ്യമായിട്ടുള്ള ഡോക്ടേഴ്സുകളെ കൊണ്ടുവരിക. അഞ്ചാമത്തെ പോയിന്റ്, ടോക്കൺ ഡിസ്പ്ലേ സിസ്റ്റം. ടോക്കൺ ഡിസ്പ്ലേ സിസ്റ്റം ഇനി കാണാത്തവരുണ്ടോ, ആരെങ്കിലും അറിയാത്തവരുണ്ടോ? ഹോസ്പിറ്റലിൽ പോകുമ്പോൾ നോക്കണേ, മിക്ക ഹോസ്പിറ്റലുകളിലുണ്ട് ഇപ്പൊ. ഡോക്ടേഴ്സിന്റെ റൂമിന്റെ ഫ്രണ്ടിൽ ഇങ്ങനെ ഉണ്ടാവും അല്ലേ, ആ ഒരു ഡോറിന്റെ ഒക്കെ അവിടെ ആയിട്ട് ടോക്കൺ നമ്പർ ഇങ്ങനെ വിളിച്ച് ഇങ്ങനെ പറയില്ലേ ടോക്കൺ നമ്പർ. അപ്പൊ നമ്മൾ അതനുസരിച്ചിട്ട് നമ്മൾ നമ്പർ നോക്കിയിട്ട് എന്ത് ചെയ്യുക, കയറാം. അപ്പോ ടോക്കൺ ഡിസ്പ്ലേ സിസ്റ്റം കൊണ്ടുവരിക. അടുത്ത പോയിന്റ്, മൾട്ടിപ്പിൾ ബ്ലഡ് കളക്ഷൻ ഡയഗ്നോസ്റ്റിക് ഫെസിലിറ്റീസ് സ്റ്റാഫിംഗ് ദം ബേസ്ഡ് ഓൺ നീഡ്സ്. ആവശ്യത്തിനനുസരിച്ച് ബ്ലഡ് കളക്ഷനിലും ഡയഗ്നോസ്റ്റിക് ഫെസിലിറ്റീസിലും സ്റ്റാഫിങ്ങിനെ നിയമിക്കുക അല്ലെ. നമ്മൾ പറഞ്ഞു, ഇപ്പോൾ ലാബിൽ പോയി ഒരു സ്റ്റാഫ് ഉള്ളൂ, കുറെ പേഷ്യൻസ് ഉണ്ടെങ്കിൽ അത് ബുദ്ധിമുട്ടല്ലേ, കുറെ പേര് നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ടതായിട്ട് വരും. സോ ആവശ്യത്തിനധികം എന്ത് വേണം, സ്റ്റാഫുകളെ നിയമിക്കുക. നെക്സ്റ്റ് പോയിന്റ്, adequate seating capacity, entertainment with the TV, magazine or health education measures through leaflets, posters, magazines. Adequate seating capacity. നമ്മളെ വെയിറ്റിംഗ് റൂമിൽ അവിടെ ഇരിക്കുമ്പോ അത്യാവശ്യം നമുക്ക് ഇരിക്കുവാൻ വേണ്ട സീറ്റിംഗ് കപ്പാസിറ്റി വേണം അല്ലെ. കുറച്ച് സീറ്റിംഗ് കപ്പാസിറ്റി മാത്രം ഉണ്ടെങ്കിൽ ശരിയാവില്ലേ, ബാക്കിയുള്ളത് നിന്ന് കറിയെടുക്കില്ലേ ഇല്ലേ, ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും. അപ്പൊ ആവശ്യത്തിന് വേണ്ടുന്ന സീറ്റിംഗ് കപ്പാസിറ്റി അറേഞ്ച് ചെയ്യുക. അതുപോലെ തന്നെ എന്റർടൈൻമെന്റിന് വേണ്ടി TV, മാഗസിൻസ് അല്ലെങ്കിൽ മറ്റു എഡ്യൂക്കേഷൻ മെഷേഴ്സ്, ലീഫ്ലെറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയ മാഗസിൻ പോലത്തെ തന്നെ സംഭവങ്ങളാണ് കേട്ടോ. ഈ ആരോഗ്യം സംബന്ധിച്ചിട്ടുള്ള ചെറിയ ചെറിയ മീൻസ് ഒരു മാസിക എന്ന് പറയാൻ പറ്റില്ല, ചെറിയ ഒരു പറയില്ലേ അത്. പോസ്റ്റേഴ്സ്, മാഗസിൻസ്, നമ്മള് ബോറടിക്കാണ്ടിരിക്കാനേ TV ഒക്കെ ഉണ്ടാവും, ന്യൂസ് ഒക്കെ ആയിരിക്കും വെച്ചിരിക്കുന്നത് കൂടുതൽ അല്ലെ. ഹോസ്പിറ്റലില് TV ഉണ്ടാവാറില്ലേ, നമ്മൾ ചെന്നിരിക്കുന്നോടത്തേ ന്യൂസ് ആയിരിക്കില്ല എപ്പോഴും വെച്ചേക്കുന്നത് അല്ലേ. നമുക്ക് ഇഷ്ടമുള്ള അങ്ങനെ മാറ്റിയൊന്നും വെക്കാറില്ല. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, കൊണ്ടുവരിക. അടുത്ത പോയിന്റ്, സ്ക്രീനിങ് OP ബൈ ജൂനിയർ ഡോക്ടേഴ്സ്. ജൂനിയർ ഡോക്ടേഴ്സിനെ കൂടി നമ്മൾ സ്ക്രീനിങ് ചെയ്യാൻ ഇരിക്കാം കേട്ടോ. ജൂനിയർ ഡോക്ടേഴ്സിനെ കൂടി നമ്മൾ OP മീൻസ് പേഷ്യൻസിനെ നോക്കാനായിട്ട് ഇരുത്താണ്. അടുത്ത പോയിന്റ് നോക്കാം, ക്യൂവിംഗ് തിയറി ഈസ് എ സയന്റിഫിക് ആൻഡ് മാത്തമാറ്റിക്കൽ വേ ഓഫ് സോൾവിംഗ് പ്രോബ്ലംസ്. ഓവർക്രൗഡിംഗ്. ഓവർക്രൗഡിംഗ് മീൻസ് എന്താ ഓവർക്രൗഡിംഗ്? ഓവർക്രൗഡിംഗ് ജനക്കൂട്ടം, ആൾത്തിരക്ക് എന്നൊക്കെ പറയാം കേട്ടോ. ആൾത്തിരക്ക്, ജനക്കൂട്ടം. ഓക്കെ, അപ്പോ ഈ ആൾക്കൂട്ടം അല്ലെങ്കിൽ ജനത്തിരക്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ക്യൂവിംഗ് തിയറി കൊണ്ടുവരാമെന്ന്.
ക്യൂ സിസ്റ്റം കൊണ്ടുവരാൻ, ആളുകൾ ക്യൂ നിർത്തിക്കൊണ്ട് കേൾക്കുന്ന ഒരു സിസ്റ്റം കൊണ്ടുവരാൻ. അതൊരു സയന്റിഫിക് ആൻഡ് മാത്തമാറ്റിക്കൽ വേ ഓഫ് സോൾവിങ് പ്രോബ്ലം. ഈ ജനത്തിരക്ക് കുറയ്ക്കാനായിട്ടുള്ള ഒരു മാത്തമാറ്റിക്കൽ വഴിയാണ് ഇങ്ങനെയുള്ളൊരു എന്താ പറയാ ഒരു ക്യൂ സിസ്റ്റം കൊണ്ടുവരാൻ. അല്ലെങ്കിൽ എല്ലാവരും കൂടി തിങ്ങിക്കൂടി നിൽക്കൂലേ, ഡോക്ടർ ഒരു ടോക്കണും ഇല്ലെങ്കിൽ ഇഷ്ടമുള്ള ആളുകൾ കയറി അവിടെ എന്താണ് തമ്മിൽ തിരക്കായി പോകും. സോ അപ്പോ അതിനെല്ലാം അവോയ്ഡ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യാം, ഒരു ക്യൂ സിസ്റ്റം കൊണ്ടുവരാൻ. നെക്സ്റ്റ് പോയിന്റ്, അവോയ്ഡ് ക്യൂ ജമ്പിങ്. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി, നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയാണോ ക്യൂ ജമ്പ് ചെയ്യുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്യൂവിൽ നിന്നുകൊണ്ട് ഇടക്കിട്ട് കയറുന്ന ഒരു പ്രവൃത്തി ചെയ്യാറുണ്ടോ? 2 പേരുടെ 3 പേരുടെ മുന്നിൽ പോയിട്ട് ഇടക്കിട്ടൊക്കെ കയറി നിൽക്കുന്നത് നമ്മൾ ചെയ്യാറില്ല അല്ലേ? ചെയ്യാറില്ല. ഞാൻ വെറുതെ പറഞ്ഞോ. അപ്പൊ നമ്മൾ സത്യസന്ധമായിട്ട് ക്യൂവിൽ നിന്ന് നമ്മളുടെ സമയത്ത് നിന്ന് കയറിയാൽ മതി അല്ലെ? എന്തിനാ നമ്മൾ തിരക്കൂട്ടുന്നത്? അപ്പൊ അവോയ്ഡ് ക്യൂ ജമ്പിങ്, the act of going ahead of other people, waiting in a line, something instead of waiting one's turn. ഒരാളെ മറികടന്നുകൊണ്ട് പോയിട്ട് ക്യൂ ചാടിയിട്ട് നിൽക്കുന്ന ഒരവസ്ഥ, അതൊരു അങ്ങനെയുള്ളൊരു അവോയ്ഡിങ് ജംപ് ക്യൂ അങ്ങനെയുള്ളതൊക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ അവോയ്ഡ് ചെയ്യാൻ പ്രോപ്പർ ആയിട്ട് തന്നെ ക്യൂവിൽ നിന്നുകൊണ്ട് കയറി ഡോക്ടറെ കണ്ടിട്ട് മെഡിസിനൊക്കെ വാങ്ങിച്ചു പോവാം. നിങ്ങൾ ആരെങ്കിലും ചെയ്യാറുണ്ടോ? ക്യൂവിൽ നിന്ന് ക്യൂ ചാടാറുണ്ടോ? സത്യസന്ധമായി പറയൂ, അവസരങ്ങളിൽ ചാടാറുണ്ടോ? ഇല്ല. ഇടയ്ക്കുണ്ട് കേട്ടോ. സത്യസന്ധമായിട്ട് ഷഫീഖ് അല്ലേ? ഓക്കെ, സത്യസന്ധമായിട്ട് ആള് പറഞ്ഞോ. എപ്പോഴും അങ്ങനെ ചാടരുത് കേട്ടോ. പിന്നെ ചില സാഹചര്യങ്ങളാണെങ്കിൽ ചാടിക്കോളും, കുഴപ്പമില്ല. അർജന്റ് ഉള്ളപ്പോ ചാടാറുണ്ടോ എന്ന് പറഞ്ഞിട്ടുണ്ടേ. മുന്നിൽ നിർത്തുന്നവര് വഴക്കിടും, പിന്നെ അവര് പ്രശ്നം ഉണ്ടാക്കില്ലേ? അവരുടെ മുന്നിൽ അത്രയും നേരം അവര് നിന്നിട്ട് നമ്മൾ കയറി ഫ്രണ്ടിൽ ചെയ്യുമ്പോൾ ഒരു പ്രശ്നം ഉണ്ടാക്കാനിരിക്കോ? നമ്മളായാലും അങ്ങനെ ചെയ്യില്ലേ? നമ്മൾ കുറെ നേരം കഷ്ടപ്പെട്ട് ക്യൂ നിന്നു അല്ലെ? അപ്പോ ഫ്രണ്ടിൽ കയറിയിട്ടുണ്ടെങ്കിൽ എന്താണ്, ആള് പ്രശ്നം ഉണ്ടാക്കും, നമ്മൾ പ്രശ്നം ഉണ്ടാക്കും ഇല്ലേ? അതുപോലെ തന്നെയാണ് കേട്ടോ. അർജന്റ് ഉള്ളപ്പോ പറഞ്ഞിട്ട് കയറാറുണ്ട്. ഓക്കെ, ഇപ്പൊ കുഞ്ഞുങ്ങളൊക്കെ ആണെങ്കിൽ ഭയങ്കര കുഞ്ഞുവാവങ്ങളൊക്കെ കരച്ചിലൊക്കെ ആണെങ്കിൽ ചിലപ്പോ നമ്മളോട് ചോദിക്കും, ഞങ്ങളൊന്ന് കേൾക്കണ്ടോട്ടേന്നോ അങ്ങനെയൊക്കെ ചോദിക്കും, ബുദ്ധിമുട്ടുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ. അതുപോലെ പേഷ്യൻസും വളരെ ടയേർഡ് ആയിട്ടിരിക്കുന്ന പേഷ്യൻസ് ഒക്കെ ആണെങ്കിൽ നമ്മളോട് ചോദിക്കും അല്ലെ? കുഞ്ഞിനെ കൊണ്ട് പോകുമ്പോൾ കയറാറുണ്ട്. ഓക്കെ, അതൊന്നും പ്രശ്നമില്ല കേട്ടോ. ഇത് നമ്മൾ പറഞ്ഞിട്ട് കയറണമെങ്കിൽ യാതൊരു കുഴപ്പമില്ല. അല്ലാതെ വരുന്നത് അങ്ങനെ ക്യൂ ചാട്ടാണ് ചെയ്യാനാ പറയുന്നത്. ഓക്കെ, മെയിൻറ്റെയിൻ പഞ്ച്വാലിറ്റി, കൃത്യനിഷ്ഠത പാലിക്കുക. നിങ്ങൾക്ക് ഉണ്ടോ ഈ പറഞ്ഞ കൃത്യനിഷ്ഠത? കൃത്യനിഷ്ഠത പാലിക്കുക. ഉള്ളവരാണെങ്കിൽ വളരെ നല്ലത്, ഇല്ലാത്തവരാണെങ്കിൽ അതൊന്നും കൃത്യനിഷ്ഠത ഒന്നും എന്താ പറയാ കൃത്യനിഷ്ഠത ഒന്നും പാലിക്കപ്പെടണം കേട്ടോ. അതൊരു ഹോസ്പിറ്റലിലായാലും നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ ലൈഫിൽ എന്ത് കാര്യങ്ങൾക്കും കൃത്യനിഷ്ഠ ഒരു പഞ്ച്വാലിറ്റി കീപ്പ് ചെയ്യണം. അതായിരിക്കണം നമ്മുടെ ലൈഫിൽ ഏറ്റവും വേണ്ടുന്ന ഒരു കാര്യം. ഓക്കെ, റിഡ്രസൽ ഓഫ് ഗ്രീവ്നെസ്. എന്താണ് റിഡ്രസൽ ഓഫ് ഗ്രീവ്നെസ് എന്ന് വെച്ചാല്? റിഡ്രസൽ ഓഫ് ഗ്രീവ്നെസ് എന്താ? റിഡ്രസൽ ഓഫ് ഗ്രീവ്നെസ് എന്ന് പറഞ്ഞാല് പരാതി പരിഹരിക്കുക, പരാതികൾക്കുള്ള പരിഹാരം. ഓക്കെ, ലാസ്റ്റ് വൺ, പ്രോപ്പർ അപ്പോയിന്റ്മെന്റ് സിസ്റ്റം. പ്രോപ്പർ ആയിട്ടുള്ള അപ്പോയിന്റ്മെന്റ് സിസ്റ്റം കൊണ്ടുവരിക. ക്ലിയർ ആയോ? ആറാമത്തെ പോയിന്റ്, ഡയഗ്നോസ്റ്റിക്കിനും ബ്ലഡ് കളക്ഷനും അങ്ങനെയുള്ള സെക്ഷനിലൊക്കെ അത്യാവശ്യം വേണ്ടുന്ന സ്റ്റാഫുകളെ ക്രമീകരിക്കുക. ഓക്കെ, ഇപ്പൊ മെത്തേഡ്സ് ടു സോൾവിൽ ഇത്രയും കാര്യങ്ങളാണ് വരുന്നത്. വായിച്ച് മനസ്സിലാക്കാനുള്ളൂ, വലിയ ബുദ്ധിമുട്ടില്ലല്ലോ. ബുദ്ധിമുട്ട് തോന്നിയോ? കുഴപ്പമില്ലല്ലോ, അത്ര വലിയ പാടൊന്നുമില്ല. നമുക്ക് സ്വയം വായിച്ച് മനസ്സിലാക്കാവുന്ന കാര്യങ്ങളുള്ളൂ അല്ലെ? വലിയ മെഡിക്കൽ ടേമുകളോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറയുന്നില്ല അല്ലെ? അറിയാവുന്ന കാര്യങ്ങളാണ് കൂടുതൽ. ഓക്കെ, അപ്പൊ മെത്തേഡ്സ് ടു സോൾവർ എടുക്കുന്നുള്ളൂ ടീച്ചർ കേട്ടോ. അധികം എടുത്ത് ഇനി ബോറാക്കണില്ല അല്ലെ? പഠിച്ചിപ്പോ ഉറങ്ങിപ്പോകുന്ന അവസ്ഥ എത്തിയിട്ടുണ്ടെന്ന് എനിക്കറിയാം അല്ലേ? ചെറിയ രീതിയിലൊക്കെ ഉറക്കം വരുന്നില്ലേ?
ഉണ്ടല്ലോ. സത്യസന്ധമായിട്ട് പറയൂ. പ്രോപ്പർ ശരിയായിട്ടുള്ള. സത്യസന്ധമായിട്ട് കുട്ടികൾ പറയുന്നുണ്ട്. കുട്ടികൾക്ക് ആദ്യം വേണ്ടത് സത്യസന്ധതയാണ് അല്ലെ. ഇൻട്രസ്റ്റഡ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. ഓക്കെ. നല്ല മഴയൊക്കെ ആണല്ലോ, അപ്പൊ ചെറുതായിട്ട് ഉറക്കം വരുന്ന ടൈം ആണല്ലോ അല്ലെ. ഓക്കെ. ഇടയ്ക്ക് ഇന്ററാക്ഷൻ വന്നത് കൊണ്ട് ഉറക്കം പോയി. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ മുൻകൂട്ടി ടീച്ചർ ഇന്ററാക്ഷൻ ഇട്ടത്. ഓക്കെ. ദെൻ ക്ലാസ്സുകൾ ഓക്കെ ആണോ? കുഴപ്പമൊന്നുമില്ലല്ലോ? ഫോളോ ചെയ്യാൻ പറ്റുന്നില്ലയോ? മഴയുടെ റേഞ്ച് പ്രോബ്ലം ഉണ്ട്, എല്ലാവർക്കും ഉണ്ട്. കുഴപ്പമില്ല, നമുക്കതൊന്നും ചെയ്യാൻ പറ്റില്ല. ഓക്കെ. ബാക്കി എല്ലാവർക്കും കുഴപ്പമൊന്നുമില്ലല്ലോ? ക്ലാസ് ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ? സ്പീഡ് കൂടിയോ? ക്ലാസ്സിന് സ്പീഡ് കൂടിയോ? കുഴപ്പമില്ലല്ലോ? കൂടിയല്ലോ? നിങ്ങൾ പറഞ്ഞോളൂ. ഞാൻ മ്യൂട്ട് മാറ്റിയിട്ടുണ്ട്. ലാസ്റ്റ് 5 minutes നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ടൈം ഉണ്ട്. കുഴപ്പമില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. ഓക്കെ. മാം, ഈ പഠിപ്പിച്ചതിനകത്ത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ഒന്ന് പറയാൻ പറ്റുമോ? എന്തിലാണ്? ഇത്ര നേരം പഠിപ്പിച്ചില്ലേ, ഇന്ന് ഇത്രയും പഠിപ്പിച്ച പോർഷൻസില് അത്യാവശ്യം ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് ഓർഗനൈസേഷണൽ കോമ്പോണൻസ് ഇമ്പോർട്ടന്റ് ആണ്. ആ ഒരു 4 പോയിന്റ് നമ്മൾ പറഞ്ഞില്ലേ, MNSC എന്ന് പറഞ്ഞ് പഠിച്ചു ഞാൻ പറഞ്ഞില്ലേ, അത് ഇമ്പോർട്ടൻസ് ആയിട്ട് അതിന് പഠിക്കാം. അതുപോലെ അതിൽ ANM ചോദിക്കാറുണ്ട്, എക്സാമിന് ചോദിച്ചു കണ്ടിട്ടുണ്ട്. ANM കേട്ടോ, ANM ചോദിക്കാറുണ്ട്. മഴ കാരണേ മുറിഞ്ഞിട്ടാ കേൾക്കുന്നത്. ഏതാണ്? റേഞ്ച് ഇല്ലാത്തോണ്ട്. റേഞ്ച് ഇല്ലല്ലേ? ഓക്കെ ഓക്കെ. മാം, ഇതിൽ 3 പോയിന്റ് ഒന്നുകൂടെ പറഞ്ഞുതരുമോ? മെത്തേഡ്സ് ഓഫ് സോൾവില്, മെത്തേഡ്സ് ടു സോൾവ്. ഏത് 3 പോയിന്റ് ആണ്? ഫസ്റ്റത്തെ ആണോ? അത് എനിക്ക് കിട്ടിയില്ല, ആ സമയത്ത് റേഞ്ച് കട്ടായി. ഓക്കെ. ഫസ്റ്റ് വരുന്നത് ആഡിക്വേറ്റ് ഡയറക്ഷണൽ സയൻസ്. അതായത് നമ്മൾ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ ഇങ്ങനെ ചിഹ്നങ്ങൾ മീൻസ് ഇങ്ങനെ വെക്കാറില്ലേ? ഇപ്പൊ ലാബ്, ലബോറട്ടറി എന്നൊക്കെ പറഞ്ഞൊരു ആരോ മാർക്കൊക്കെ ചെയ്തിട്ട്, അല്ലെങ്കിൽ മുകളിലേക്ക് ആരോ മാർക്ക് ചെയ്തിട്ട് സെക്കൻഡ് ഫ്ലോറിൽ എക്സ്റേ എന്നൊക്കെ പറഞ്ഞ് എഴുതി വെക്കാറില്ലേ? സയൻസ് കാര്യങ്ങളൊക്കെ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടുവരിക. ആഡിക്വേറ്റ് ഡയറക്ഷണൽ സയൻസുകൾ വെക്കുക, അറേഞ്ച് ചെയ്യുക ഹോസ്പിറ്റലിൽ. സെക്കൻഡ് പോയിന്റ് പറയുന്നത് കമ്പ്യൂട്ടറൈസ്ഡ് രജിസ്ട്രേഷൻ ആൻഡ് ഇലക്ട്രോണിക് റെക്കോർഡ് കീപ്പിംഗ് ഫോർ ക്വിക്ക് റിട്രൈവൽ. ഈ മറ്റേ നമ്മുടെ രജിസ്ട്രേഷൻസും റെക്കോർഡുകളൊക്കെ എന്താണ്, അതെല്ലാം കമ്പ്യൂട്ടറൈസ്ഡ് ആക്കാൻ. ഇപ്പൊ ഓൾറെഡി കമ്പ്യൂട്ടറൈസ്ഡ് ആണ് അല്ലേ? അപ്പോൾ അങ്ങനെ അല്ല എങ്കിൽ എന്ത് ചെയ്യുക, ഇലക്ട്രോണിക് റെക്കോർഡുകളും കമ്പ്യൂട്ടറൈസ്ഡ് രജിസ്ട്രേഷൻസ് കൊണ്ടുവരാൻ. അത് ക്വിക്ക് റിട്രൈവലിന് വേണ്ടി, പെട്ടെന്ന് വീണ്ടെടുക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്കത് ഉപകരിക്കുന്നത്. നമ്മളൊരു ചാർട്ടിലാണെങ്കിൽ ആ ഫയൽ തപ്പി അന്വേഷിച്ചുകൊണ്ട് നടക്കേണ്ടതായിട്ട് വരും. ഇപ്പൊ നമുക്ക് അങ്ങനെയില്ല. ആ സിസ്റ്റത്തിൽ നമുക്ക് പേര് നമ്പർ അടിച്ചു കൊടുത്താൽ അപ്പൊ തന്നെ ഓൾറെഡി ആ ചാർട്ട് വന്നു കഴിഞ്ഞു അല്ലെ? അപ്പൊ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, കമ്പ്യൂട്ടറൈസ്ഡ് ആക്കാൻ. മൂന്നാമത്തെ പോയിന്റ് പറഞ്ഞത് മൾട്ടിപ്പിൾ ആൻഡ് മൾട്ടി പർപ്പസ് ഫീ കളക്ഷൻ സോൺ. മൾട്ടിപ്പിൾ ആയിട്ട്, അതായത് ഒന്നിൽ കൂടുതൽ ഫീ കളക്ഷൻ സോണുകൾ കൊണ്ടുവരാൻ. ഓരോരുത്തർ തന്നെ എല്ലാത്തിനും കൂടിയുള്ള ഒരൊറ്റ ബിൽ സെക്ഷൻ വെക്കാതെ ഓരോ ഡിപ്പാർട്ട്മെന്റിനും അതാത് ബിൽഡിങ്ങിന്റെ ഏരിയ കൊണ്ടുവരാൻ. ഓക്കെ, ക്ലിയർ ആയോ? ക്ലിയർ. ഓക്കെ ഓക്കെ. MNSC എന്ന് പറഞ്ഞത് ഞാൻ നിങ്ങൾക്ക് മീൻസ് പഠിക്കാൻ പറ്റുന്ന എളുപ്പത്തിലൊന്ന് ആ ഫസ്റ്റ് ലെറ്ററുകളൊന്നും എടുത്ത് പറഞ്ഞോളൂ കേട്ടോ. വൈകാട്ട് പഠിക്കുന്നവരാണെങ്കിൽ പഠിച്ചോളൂ, കുഴപ്പമില്ല. ഞാൻ അങ്ങനെ പറഞ്ഞു അത് തന്നെ പഠിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. MNSC എന്നുള്ളത് ജസ്റ്റ് അതൊന്ന് ആ ഒരു ഇത് മാത്രം പഠിക്കുമ്പോൾ നിങ്ങൾക്ക് മറന്നു പോകില്ല. മെഡിക്കൽ ആണെന്ന് നമുക്കറിയാം, നഴ്സിംഗ്, സബ്സർവെന്റ് ആണ്, അതുപോലെ C എന്ന് പറഞ്ഞത് ക്ലറിക്കൽ ആണെന്ന് നമുക്കറിയാം അല്ലെ? അങ്ങനെ ഒരു എളുപ്പം കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ നമുക്ക് എല്ലാത്തിലും ഇതുപോലെ എക്സ്പ്ലനേഷൻ ചെയ്ത് പഠിക്കാനൊന്നും പറ്റില്ലല്ലോ അല്ലെ? എക്സ്പ്ലനേഷൻ ചെയ്ത് തരാൻ പറ്റില്ല. പക്ഷെ എന്താണ്, മാക്സിമം നിങ്ങൾക്ക് എളുപ്പം മനസ്സിലാക്കുന്ന രീതിയിൽ ഞാൻ പറഞ്ഞു തരാൻ ശ്രമിക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് ചിലപ്പോ എന്തെങ്കിലും ഓരോ സിനിമയുടെ കാര്യങ്ങൾ എടുത്ത് പറയാറുണ്ട് അല്ലെ? പറയാറില്ലേ? അങ്ങനെയൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ക്ലിയർ ആവണത് അല്ലേ? ഇത് തന്നെ ഞാനിങ്ങനെ മെഡിക്കൽ ടേമുകൾ കുറെ പറഞ്ഞിരുന്നാൽ നിങ്ങൾക്ക് വല്ലതും മനസ്സിലാകുമോ? ഒന്നും മനസ്സിലാവില്ല. കുറച്ച് സിനിമയുടെ കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ പുറത്തുനിന്ന് കുറച്ച് കമ്പയർ ചെയ്തിട്ട് തരുമ്പോഴല്ലേ നിങ്ങൾക്ക് കുറച്ചും കൂടി കാര്യങ്ങൾ ക്ലിയർ ആവുന്നത്.
അല്ലേ കുട്ടികളെ? ഇത് പറ്റി എല്ലാവരും ഉറങ്ങിപ്പോയോ? ഓക്കെ അപ്പൊ നിങ്ങൾ എടുത്തധികം ബോറടിപ്പിക്കുന്നില്ല. അപ്പൊ നമുക്ക് ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഓക്കെ, അപ്പൊ വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ? ഓക്കെ ആണോ? ബോറടിച്ചോ നിങ്ങൾക്ക്? കുറച്ച് ടൈം കൂടുതൽ എടുത്തിട്ട് ബോറിംഗ് ആയിട്ട് തോന്നിയോ? ഇല്ല മാം. മേഡം ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ ജനറൽ പ്രോബ്ലം ഒന്നും കൂടി ഒന്ന് പറയുമോ? മനസ്സിലായില്ലായിരുന്നു. ജനറൽ പ്രോബ്ലംസ് നമ്മൾ പറഞ്ഞത് എന്താ? ഇൻസഫിഷ്യന്റ് നമ്പർ ഓഫ് ഡോക്ടേഴ്സ് പറഞ്ഞു. അതായത് ഡോക്ടേഴ്സിന്റെ അഭാവം, നമ്പർ ഓഫ് ഡോക്ടേഴ്സ് ഇല്ലാതെ വരുന്നത്. സെക്കൻഡ് പോയിന്റ് പറഞ്ഞത് ഇൻഅപ്രോപ്രിയേറ്റ് ഉള്ള അപ്പോയിന്റ്മെന്റ് സിസ്റ്റം. അപ്പോയിന്റ്മെന്റ് സിസ്റ്റത്തിൽ കറക്റ്റ് ആയിട്ടൊന്നും നടന്നില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ ബുക്ക് ചെയ്ത പേഷ്യൻസ് ഉണ്ടാവും, ബുക്ക് ചെയ്യാത്ത പേഷ്യൻസ് ഉണ്ടാവും, അവരൊക്കെ കയറുന്ന ഒരു ബുദ്ധിമുട്ട്. ലോങ് വെയിറ്റിംഗ് ടൈം അറ്റ് മെഡിസിൻ റൂമിൽ ഒരുപാട് നേരം വെയിറ്റ് ചെയ്യേണ്ടിരിക്കുന്ന ഒരു അവസ്ഥ. ഷോർട്ടേജ് ഫെസിലിറ്റി, സൗകര്യങ്ങളുടെയൊക്കെ അഭാവം. ഇൻസഫിഷ്യന്റ് ട്രെയിനിങ് മെഡിക്കൽ സ്റ്റാഫ്, അധികം ട്രെയിനിങ് ഒന്നും ഇല്ലാത്ത മെഡിക്കൽ സ്റ്റാഫുകൾ. ഫ്രാഗ്മെന്റേഷൻ ഓഫ് കെയർ, പ്യുവർ കമ്മ്യൂണിക്കേഷൻ, അല്ലെ, നല്ല രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻ ഇല്ലാതെ ആ ഒരു കെയറിങ് വിഘടിച്ചു പോകുന്ന ഒരു അവസ്ഥ. പിന്നെ പറഞ്ഞത് ട്രഡീഷണൽ പ്രിഫറൻസ് കൊടുക്കുന്നത്. ഇപ്പോ മീൻസ് അവർക്ക് ഒരു പ്രിഫറൻസ് കാര്യങ്ങൾ ട്രഡീഷണൽ ഒക്കെ കൊടുക്കുന്നത് ഒരു ബുദ്ധിമുട്ടാണ്. പിന്നെ ചേഞ്ച് ടു റെസിസ്റ്റൻസ്, അതായത് എന്താണ്, മാറ്റങ്ങൾ കൊണ്ടുവരിക, പ്രതിരോധങ്ങളുള്ള മാറ്റം. അവർ ചില ചേഞ്ചസ് ഒക്കെ കൊണ്ടുവരുന്നത് നമുക്ക് ചിലപ്പോൾ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കാതെ വരിക. ഓക്കെ, നിങ്ങളത് വായിച്ചു നോക്കണം കേട്ടോ. ജനറൽ പ്രോബ്ലംസും സ്പെസിഫിക് പ്രോബ്ലംസ് ഒക്കെ നല്ല രീതിയിൽ അത് വായിച്ചു നോക്കാം. നിങ്ങൾക്ക് വായിച്ച് മനസ്സിലാകും കേട്ടോ, വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല. ഒരു കാര്യം ചോദിച്ചോട്ടെ? ചോദിച്ചോളൂ. ചാപ്റ്റർ 10 ഇല്ലേ, ഹോസ്പിറ്റൽ വാർഡ്, ആ, അതിനകത്ത് ഈ ഓരോരുത്തരുടെ ഡ്യൂട്ടീസ് ഇല്ലേ, അത് അങ്ങോട്ടും ഇങ്ങോട്ടും പഠിക്കുമ്പോൾ മാറിപ്പോണം. അതെന്താ ചെയ്യട്ടെ? മാറിപ്പോകുന്നു. നമുക്ക് അതിനകത്തുള്ള പോയിന്റ്സ് നമ്മൾ ഇഷ്ടത്തിന് സ്കിപ്പ് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പൊ ഒന്ന് ജസ്റ്റ് ഒന്ന് പഠിച്ചു വെക്കുക. ഞാൻ പറഞ്ഞില്ല, നമുക്ക് എസ്സേ ടൈപ്പ് ഒന്നും അല്ലല്ലോ. അപ്പൊ നിങ്ങൾ അതോർത്ത് വലിയ ബോധേടാവണ്ട. നിങ്ങൾ പറ്റുന്ന പോലെ പഠിക്കാം കേട്ടോ. നമുക്ക് ഓപ്ഷൻ വരുമ്പോ മനസ്സിലായിക്കോളും. ഒട്ടും വായിക്കാത്ത ഒരാൾക്ക് മാത്രമാണ് നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റാതെ വരുന്നത് കേട്ടോ. അങ്ങനെ വലിയ ബുദ്ധിമുട്ടുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും ഉണ്ടാവില്ല. പറ്റുന്ന പോലെ പഠിച്ചോളൂ കേട്ടോ. ഓക്കെ, എങ്ങനെ എന്തായാലും ഓപ്ഷൻസ് കാണുമ്പോൾ നമുക്ക് അത്യാവശ്യം ഒരു ക്ലാസ് നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്യുന്ന ഒരു കുട്ടിയാണ്, അത്യാവശ്യം വായിക്കുന്നുണ്ടെങ്കിൽ എങ്ങനെ വന്നാലും നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും കേട്ടോ. നിങ്ങൾ അതോട്ട് ടെൻഷൻ ഒന്നും ആവണ്ട. നമ്മുടെ കഴിഞ്ഞ ബാച്ചിലൊക്കെ എല്ലാവർക്കും നല്ല നല്ല സ്കോർ ഉണ്ട് കേട്ടോ. നല്ല മാർക്കോട് കൂടിയിട്ട് തന്നെയാണ് എല്ലാവരും പാസ്സായേക്കുന്നത്. നമ്മുടെ ക്ലാസ്സുകൾ കേട്ട് മാത്രം നിങ്ങൾക്ക് ഒരു എനിക്ക് തോന്നുന്നു പകുതി മാർക്ക് അങ്ങനെ തന്നെ കിട്ടും. പഠിക്കേണ്ട ആവശ്യമില്ല. ഓരോ ടീച്ചേഴ്സിന്റെ ക്ലാസ്സുകൾ കേട്ട് ആ ഒരു കേട്ട ഒരു ഓർമ്മ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഓക്കെ, താങ്ക് യു ഓൾ. താങ്ക് യു മാം. താങ്ക് യു മാം. താങ്ക് യു മാം. Thank you, ma'am.